മോർണിംഗ് ഓൾ. അപ്പം എല്ലാവർക്കും എന്നെ ഓൾറെഡി പരിചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഓൺ ബോർഡിംഗ് എടുത്തിട്ടും അതല്ലാതെ കോൾ ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്നെ ഓൾറെഡി പരിചയമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെ, എല്ലാവർക്കും പരിചയമല്ലേ? എല്ലാവർക്കും അറിയില്ലേ? എന്നെ അറിയില്ലേ? അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഒരു മിക്കവാറും എല്ലാവർക്കും ഞാൻ തന്നെയാണ് ഓൺ ബോർഡിംഗ് എടുത്തത്. എന്നാലും കുറച്ച് പേർക്ക് എടുക്കാത്ത ആൾക്കാരുണ്ട്, എന്നെ അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഹിബ എന്നാണ്. ഞാൻ എംകോം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ കറന്റ്ലി ഇവിടെ ലോൺ വൈസിലെ മെന്റർകം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ വെൽക്കം ചെയ്യാണ്. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സേ ഹലോ ടു, ഞാൻ ലിങ്ക് സെൻഡ് ചെയ്തപ്പോഴും അതല്ലാതെയും ഒക്കെ ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സേ ഹലോ ടു എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഇന്ററാക്ഷൻ ഒരു സെഷൻ ആണ്. അപ്പം എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാൻ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും എന്താ പറയാ, നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാൻ, നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സെഷൻ ആണ് ഈ ഒരു സെഷൻ. നമുക്ക് ഓറിയന്റേഷനിലെ ഫസ്റ്റ് സെഷൻ ആണ് ഈ ഒരു സെഷൻ. അപ്പം ഇനി അങ്ങോട്ട് നമുക്കൊരു 7 സെഷൻസോളം ഇനിയും വരുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് 7 സെഷൻസോളം ഇനിയും വരുന്നുണ്ട്. അപ്പം എന്താണ്, അപ്പൊ ഈ ഒരു എല്ലാ സെഷനിലും നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യാണ്. ഓക്കെ, ഹിബ മാമിന് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കൊന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഹിബ മാം പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ എന്താ പറയാ MBA എന്ന് പറയുന്ന ഒരു സ്വപ്നം സഫലീകരിക്കാനായിട്ടാണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ലേൺ വൈസിന്റെ കൂടെ കൂടിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന് നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അതിനൊരു തുടക്കം കുറിക്കുകയാണ് ഇന്നത്തോടെ നമ്മൾ. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു സെഷൻ ആണ് ഇത്. സേ ഹലോ ടു എന്നാണ് ഈ സെഷന്റെ പേര് വരുന്നത്. ഇനി ഇതിനെ തുടർന്ന് നമുക്കൊരു 7ഓളം സെഷൻസ് ഇനി വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സസ് റിലേറ്റഡ് ആയിട്ട് അതിന്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ത്രൂ ഔട്ട് ഈ സെഷൻസ്. അപ്പൊ നമുക്ക് എന്താണ് സിലബസ്, നമുക്ക് എന്താ പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് റിലേറ്റഡ് എക്സാംസ്, അസൈൻമെന്റ്സ്, അതുപോലെ എന്താണ് ലേൺ വൈസ്, നമ്മൾ എങ്ങനെയാണ് ലേൺ വൈസ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കോർ ടീമും വരുന്ന ഓരോ സെഷൻസിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര തുടങ്ങുകയാണ് ഇന്നോട്ട്. എല്ലാവരും അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ആണോ? എല്ലാവരും ഒന്ന് തംസ് അപ്പ് തരാവോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ, എല്ലാവരും എനർജറ്റിക് ആയിട്ട് ഇരിക്കുക കേട്ടോ. നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പം ഇത് എന്താ പറയാ, നമ്മളൊരു ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമായിരിക്കും നമ്മളെല്ലാവരും നമ്മളൊരു സ്കൂളിംഗ് അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഒരുപാട് എന്താ പറയാ ഓർമ്മകൾ നിറഞ്ഞ ഒരു സംഭവമായിരിക്കും നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നൊക്കെ പറയുന്നത്, അല്ലെ? അപ്പൊ അതിലേക്ക് നമ്മൾ തിരിച്ചെത്തി നിൽക്കുകയാണ് ഇപ്പൊ ഒരു ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിൽ. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ഒരു കാലം നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ അതിലേക്കൊക്കെ തിരിച്ചു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ഈ സേ ഹലോ ടു. നമുക്ക് പരസ്പരം പരിചയപ്പെടാം. ആരൊക്കെയാണ് നിങ്ങളുടെ ബാച്ച്മേറ്റ്സ്, അതുപോലെ ആരൊക്കെയാണ് ഇപ്പൊ ഹിബ മാം പറഞ്ഞ പോലെ നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹിബ മാം ആയിരിക്കും ഓൺ ബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവുക. അപ്പം എന്നെ അങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല. ഞാനും ഈ പറഞ്ഞ പോലെ ലേൺ വൈസ് മെന്റർ കം ഫാക്കൽറ്റി ആണ്. എന്റെ പേര് ദുർഗ എന്നാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ എന്നെ പരിചയം ഉണ്ടാവുള്ളൂ. അപ്പം ഹിബ മാമിന്റെ ഈ പറഞ്ഞ പോലെ മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു നല്ലൊരു ജേർണി ഞാൻ വിഷ് ചെയ്യാണ്. അതോടൊപ്പം ഇന്ന് നമുക്കിപ്പം എന്താ പറയാ, നമുക്കൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ്, അതുപോലെ തന്നെ പലതരത്തിൽ നമ്മളൊന്ന് ഒന്ന് എനർജറ്റിക് ആവുകയാണ്. നമ്മളൊരു നല്ല തുടക്കം കുറയ്ക്കാൻ പോവുകയാണ് നിങ്ങളുടെ MBAയിലേക്കായിട്ട്. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ആരാണ് അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മുടെ വോളണ്ടിയർ ആയിട്ട് ആരാണ് നമ്മളെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ലേണേഴ്സിൽ നിന്ന് വരുന്നത്? നോക്കട്ടെ ആരാണ് അത്രയും എന്താ പറയാ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ലേണർ ആരാണെന്ന് നോക്കാം. റോഷനര മാം, നമുക്ക് ആരാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും വന്നിട്ടുണ്ടല്ലോ? Yeah, I'm ആരാണത്? Razik. My name is Razik. റാസിൻ. പറയൂ Abdul പറയൂ Razik. റാസിൻ. Yeah, my name is Abdul Razik. I'm from actually I'm from Kerala, Malappuram district. I'm working in Saudi Arabia. Okay, and like Ooty, we have a place here in Saudi Arabia. Its name is Taif. It's a hilltop. Okay, so just now I joined. Actually, I was having kind of things to do, so I was a bit busy. So just now I joined. Anyhow, what's your good name, ma'am? I didn't hear before your session. Durga. Durga, ma'am. Yeah, my name is Razik, and very happy to join your team. Inshallah. We are also happy, Razik. Yeah, actually, like I was very recently I came into this, finance field and all. Very recently, like before I was in a bank as a teller.
after that, I went into some other kind of business. So unfortunately or fortunately, I don't know, but I came into this, finance world and got interested in kind of things which I got, like, what can I say? There is some element which is, I don't know how to say, which is a little bit fascinating. I mean, for me, it's good. So I plan to, just now I'm doing my CMA USA, and Okay, February okay. 11th is my exam. Inshallah, please pray for me to pass the exam this coming February 11th. And just now I'm joined for MPA Finance. So suddenly change a turn in my life, like to the finance field. So I came from mathematics field and now into the finance. In between, I was in some kind of other sort of business. This is what is I need to say. Thank you all. Thank you all. Thank you. അതെ, ഇപ്പം റാസി പറഞ്ഞ പോലെ പല പല നമുക്കൊരു തിരിവുകൾ അല്ലെങ്കിൽ പല മെമ്മറി വഴികൾ. ഒരു മെമ്മറി ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് അതിന് ശേഷം ഞാൻ പറയാം മാം. അപ്പൊ നമ്മളിപ്പം റാസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, റാസി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊരു മെമ്മറി, അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ തിരിച്ച് സ്കൂൾ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും മറക്കാനാവാത്ത ഒരു അനുഭവം, അല്ലെങ്കിൽ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ നമുക്കൊരു സ്വീറ്റ് മെമ്മറി അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമോ ഇവിടെ? നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കൂടെ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? എന്നോടാണോ? എല്ലാരോടും കൂടിയാണ്. എവരിവൺ. ഓക്കെ ഫൈൻ. അത് എങ്ങനെയുള്ള അനുഭവം? മലയാളത്തിൽ പറയണോ അല്ല ഇംഗ്ലീഷിൽ പറയണോ? എങ്ങനെ പറയണോ? എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ പറയാ, നമ്മളൊരു എല്ലാവർക്കും സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് ഞാൻ സ്കൂളല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി, അതായത് ഞാൻ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പോ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നത്. നമ്മള് പയ്യന്മാരെ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കോളേജിന് അടുത്തുള്ള ഏത് വീട്ടിൽ കല്യാണം നടന്നാലും ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കും, വിളിക്കാതെ. വിളിക്കേണ്ട ആവശ്യം, നമ്മൾ കുറെ പേര് പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കും. അതൊരു രസാക്കിയ, പക്ഷെ അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. പക്ഷെ ആ സമയത്ത് അത് ഭയങ്കര ഒരു വൈബായിരുന്നു. അപ്പൊ അത് 97, 98 കാലഘട്ടം തോന്നി. ഞാൻ കുറച്ച് 40+ ആണ് ഞാൻ ഏജ്, 41 ആയി തോന്നുന്നു എനിക്ക്. അപ്പൊ 2002 ഓക്കെ. അങ്ങനെ പിന്നെ ഞങ്ങള് അതേപോലെ കുറെ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഇയർ വന്നൊരു പയ്യനുണ്ട്, ഒരു BCom-ല്. അപ്പൊ ഒരിക്കലും ഞങ്ങൾ ഇതേപോലെ അവനോട് പറഞ്ഞിടാ, നീ വാ, നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞില്ല, എനിക്കിതൊക്കെ പേടിയാണ്. ഞങ്ങൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു, ഇല്ല, ഞങ്ങളെ 40ാമത്തെ കല്യാണമാണ്, നീ പോരാ, നിനക്കുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആ പയ്യൻ തീരെ താല്പര്യം ഇല്ലാത്ത അവനെ വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ കല്യാണ പെരയിലൊക്കെ പോയപ്പോ അവർ നമ്മൾ ക്ഷണിച്ചൊക്കെ ഇരുത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അറിഞ്ഞിരിക്കും തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ വിളിക്കാതെ വന്നതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അന്ന് രസാക്കി എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടി അവിടുന്ന് ടേബിളിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ഓടി. പക്ഷെ ഞങ്ങൾ ആ കോളേജിൽ തിരിച്ചു വന്ന് കയറുന്ന സമയത്ത് നമ്മളെ കോളേജിൽ മൊത്തം, ഞങ്ങൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ടീമായിരുന്നു കോളേജിൽ. ഞങ്ങളൊരു പിന്നെ ബ്രോക്കൺ എഡ്ജസ് എന്ന് പറഞ്ഞ നമ്മുടെ ടീം ഉണ്ടല്ലോ, ഞങ്ങളുടെ മലപ്പുറം ഭാഷയെ പറഞ്ഞ ആ വക്ക് പൊട്ടിയവരെന്ന് പറയും. കുരുത്തം കെട്ട് നടക്കുന്നവരെന്നുള്ളതിന് ഇംഗ്ലീഷ് ബോർഡ് ഞങ്ങൾ ഇട്ടായിരുന്നു, ബ്രോക്കൺ എഡ്ജസ്. അപ്പൊ നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങ് കടക്കുന്ന സമയത്ത് കോളേജിലുള്ള മൊത്തം ടീം ഞങ്ങളെ കല്യാണരാമന്മാരെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ആ ഒരു സീൻ ഇപ്പോഴും ഞാൻ മറക്കൂല. കാരണം അത് അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ ഗേറ്റിലേക്ക് തന്നെ കടക്കുമ്പോൾ നമ്മളെ ഫുൾ ഫ്ലോറിൽ 3 ഫ്ലോറിലും ഫുൾ കുട്ടികൾ നിന്നിട്ട് നമ്മളെ കൂവി വിളിക്കും. നമ്മളൊരു 5-8 പേരുണ്ട്. അപ്പൊ അതൊരു അനുഭവം ഞാൻ എപ്പോഴും മക്കളോടൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. അത് അന്നത്തെ ഒരു ക്രേസ് ചെയ്തതാണ്. അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. അതിപ്പോ ആലോചിക്കുമ്പോ ഒരു ഫണ്ണി ആണല്ലേ? ഭയങ്കര ഫണ്ണി മൊമെന്റ് ആണ് അത്, ആ ഒരു സംഭവം. ഓക്കെ, താങ്ക് യു റാസി, നമ്മളായിട്ട് ആ മെമ്മറി ഷെയർ ചെയ്തതില്. ഇനി ആരാണ് നമ്മുടെ ഇടയിൽ നിന്ന് വരുന്നത്, ലേണേഴ്സിന്റെ ഇടയിൽ നിന്ന്? ഹിബ മാം. ഓക്കെ, ഇനി അടുത്തതാരാ വരുന്നേ? സ്വാതി എവിടെയാണ്? എന്താണ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുക? ആള് വരൂ, മുമ്പോട്ട് വരൂ. ഹലോ സ്വാതി. ഹലോ, എന്റെ പേര് സ്വാതി വിജയൻ. എന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ഞാൻ BCom കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ICFM എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തു. MBA എന്ന് പറഞ്ഞ ഒരു മോഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ഞാൻ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട് CFM-ല്. അപ്പോ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് MBA ചെയ്യണം എന്ന് കണ്ടാണ് ഈ ലേൺവൈസിനെ കുറിച്ച് അറിഞ്ഞതും. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്താണ് ലേൺവൈസ് ജോയിൻ ചെയ്തത്. ഇപ്പം നമ്മുടെ ലേൺവൈസിന്റെ കൂടെ നിൽക്കുകയാണ്. ഒരു മെമ്മറി ഷെയർ ചെയ്യാനാണെങ്കിൽ കോളേജ് ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് എന്നുള്ളതിലേക്ക് കടക്കുമ്പോൾ
മെമ്മറി ഷെയർ ചെയ്യാനാണെങ്കിൽ എന്താ പറയാ, ഞാൻ എന്റെ സ്കൂൾ ലൈഫിലാണെങ്കിൽ ഒരു 3/4 ഞാൻ കലോത്സവത്തിന്റെ കൂടെ ആയിരുന്നു. കലോത്സവത്തിന്റെ അപ്പം പഠിത്തത്തിനേക്കാളും കൂടുതൽ കലോത്സവം എന്ന് തന്നെ പറയാം. പകുതി പിന്നെ കലാകാരിയാണ്. ലാസ്റ്റ് ടൈമിലായിരുന്നു, എക്സാമിന്റെ ലാസ്റ്റ് ടൈമിലാണ് വന്ന് പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ 7th പഠിക്കുമ്പോൾ ഞാനൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സെലിബ്രിറ്റി ആണപ്പോ. ആള് ഫേമസ് ആണ്, സെലിബ്രിറ്റി ആണ്. ആഹാ. സ്റ്റാർ സിംഗറിലൊക്കെ പങ്കെടുത്ത ഗായികയാണ് ആള്. ആണോ? ആഹാ. സിംഗർ ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു പാട്ട് കേൾക്കണ്ടേ? പാട്ടോടുകൂടി തുടങ്ങാം. അതെ, നല്ല അതെ, ഐശ്വര്യമായിട്ട് ഒരു അരുൺ പറയുന്നത് പാട്ടോടുകൂടി പോലെ. തന്നെ തുടങ്ങാം. നീയുലാവുമ്പോൾ സ്വപ്നം വണ്ണിലുണരുമ്പോൾ ക്ലിയർ അല്ലേ? Audio പക്ഷെ clear ഹമ്മിങ് ആവുന്നില്ല. ഒക്കെ അടിപൊളിയായിട്ട് തുടങ്ങി, സൂപ്പർ ആയിരുന്നു. അതെ. നല്ലൊരു പാട്ടുകാരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല കേട്ടോ ആ പാട്ട്. നമുക്ക് കേൾക്കാനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഒരുപാട് സെഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി വരുന്ന അപ്കമിങ് സെഷൻസിലൊക്കെ നമുക്ക് സ്വാതിയെ കൊണ്ട് പാടിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആരാ വരുന്നത്? നെക്സ്റ്റ് ആരാണ്? ആരാണ് വരുന്നത്? ഞങ്ങൾ വിളിക്കാതെ തന്നെ ആരാണ് വരുന്നത്? ഹലോ, ഹലോ. എന്റെ പേര് ഫാത്തിമത്ത് തംന. ഓക്കെ, വെൽക്കം ഫാത്തിമ. ഞാന് BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത്. ആ. എന്റെ സ്ഥലം കാലിക്കറ്റ് ജില്ലയില് വടകരയാണ്. പറഞ്ഞോളൂ, പിന്നെ കേൾക്കാം. MBA എന്തൊക്കെയോ കാരണങ്ങളാൽ എത്തിപ്പെട്ടു. അതെ, ആഗ്രഹിച്ചെത്തിയതല്ലേ MBA-യിലേക്ക്? അല്ല, ആഗ്രഹിച്ചിട്ട് എത്തിയതൊന്നുമല്ല. ആരെങ്കിലും തള്ളി കയറ്റിയതാണോ? അങ്ങനെയും പറയാം. ആള് ആണല്ലേ? എല്ലാ ഏരിയയിലും പോട്ടെ, ഇങ്ങനെ തൊട്ട് ഇനിയിപ്പം പോയാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് സ്നേഹിച്ച് അല്ലെങ്കിൽ എന്താ പറയാ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും. ലേൺ വൈസിന്റെ കൂടെ അല്ലേ MBA ചെയ്യുന്നത്? അപ്പൊ തീർച്ചയായിട്ടും അത് ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും ഇനി. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. അതെ അല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്തായാലും ആ ഒരു ഇൻട്രസ്റ്റഡ് ആയ MBA, ഇൻട്രസ്റ്റ് ഇല്ലാത്ത MBA നമുക്ക് ഇൻട്രസ്റ്റഡ് ആക്കി മാറ്റാൻ ഞങ്ങൾ കൂടെ ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് താങ്ക് യു. അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു ഫീഡ്ബാക്ക് സെഷൻ എത്തുമ്പോഴേക്കും ഇത് തിരിച്ചു പറയാറാവട്ടെ ഫാത്തിമയ്ക്ക്. ഓക്കെ. ഓക്കെ, ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? സ്കൂൾ ലൈഫ് ഓർ കോളേജ് ലൈഫ്? മെമ്മറി എന്ന് പറയുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോഴായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോ സെക്കൻഡ് ഇയർ ആയ സമയത്ത് എക്സാമിന്റെ 3rd സെമ്മിന്റെ എക്സാം സമയത്ത് എല്ലാരും കോളേജിൽ ആരും ഇല്ല, എല്ലാവരും പോയി, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പോയി. കോളേജെല്ലാം മൊത്തം കാലിയായി എന്ന് പറയാം. അപ്പോ ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡിനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇങ്ങനെ കുറച്ച് പ്രഗ്നന്റ് ആയ സമയമായിരുന്നു. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് പ്രഗ്നന്റ് ആയി. അപ്പോ ഹസ്ബൻഡിനെ കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓരോരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ കൈയൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഇനിയിപ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ട് നോക്കുമ്പോ ഓരോരോ മോം ടു ബീന്റെ കേക്കൊക്കെ കൊണ്ട് ഓല് ഫുള്ള് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു അന്നേരം. അപ്പൊ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അത്. ആണല്ലേ? അപ്പൊ ആ സമയത്ത് തന്നെ എന്റെ ഹസ്ബൻഡും എത്തി. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ച്, അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരുന്നു എനിക്ക്. അതെ, അപ്പൊ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. നമുക്കും ആ കേട്ടപ്പോൾ നമ്മൾ ഒരിക്കലും അത്യാവശ്യം ഹാപ്പി ആയി. വിചാരിക്കാത്ത ഒരു സംഭവമായിരുന്നു അത്. സർപ്രൈസ് ആയിരുന്നു അല്ലെ? ഒരു സർപ്രൈസ് മെമ്മറി ഭയങ്കര. ആണല്ലേ? അതെ. ഞാൻ സിജി ജോൺ. ഞാൻ കൊല്ലം പുനലൂരാണ്. ഞാൻ BCom കഴിഞ്ഞു. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോ കുറച്ചു നാളായി. ഞാൻ 2016 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇപ്പോ MBA എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ട് ഇതിനകത്തോട് ജോയിൻ ചെയ്തതാണ്. ഓക്കെ. ഷെയർ ചെയ്യാനാണെങ്കിൽ ഞങ്ങള് കോളേജില് ഹോളി ആഘോഷിച്ചായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ. അതാണ് ഭയങ്കര മെമ്മറി എന്ന് പറയുന്നത്. ഒരു കുറച്ച് കംപ്ലൈന്റ്സ് ഒക്കെ വന്ന് കുറച്ച് ബോയ്സിനൊക്കെ സസ്പെൻഡ് ഒക്കെ ചെയ്തു. അതാണ് മെമ്മറി. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഭയങ്കര സ്പെഷ്യൽ. കാരണം ഞാൻ ലാസ്റ്റ് ഇയറിലായിരുന്നു. നമുക്ക് അല്ലെങ്കിലും സ്കൂൾ ഡേയ്സ് അല്ലെങ്കിൽ കോളേജ് ഡേയ്സ് എപ്പോഴും സ്പെഷ്യൽ ആണ് അല്ലേ? എല്ലാവർക്കും ഇപ്പോഴാണ് അതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. അതെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ആ സ്കൂൾ ഡേയ്സിന്റെയും കോളേജ് ഡേയ്സിന്റെ ഒക്കെ ഒരു പ്രഷ്യസ്നെസ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, താങ്ക് യു സിജി. ഹലോ മാം, ആളെവിടെ? പറഞ്ഞോളൂ.
എന്റെ പേര് റിങ്കു അനു വർഗീസ്. ഞാനൊരു BSc നഴ്സാണ്. ഓക്കെ എന്റെ വീട് തിരുവല്ലാണ്. എനിക്ക് പ്രത്യേകിച്ച് മെമ്മറീസ് ഒന്നുമില്ല. ഫുൾ ടൈം BSc നഴ്സ് അറിയാം, അത്ര ടഫസ്റ്റ് ആണ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. മൊത്തം ടൈമിൽ പഠിത്തം 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 മാത്രമേ ഉള്ളൂ. പഠിത്തമാണ് മെമ്മറി അല്ലേ? അതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പം നമുക്കൊരു ഗെയിമിലേക്ക് കടന്നാലോ ഹിബ മാം? ഇവരെല്ലാരും ഒന്ന് ഇൻട്രസ്റ്റഡ് ആക്കാനായിട്ട്, അതായത് ഒന്ന് എല്ലാവരും ഒന്ന് ഉണരാനായിട്ട് നമുക്കൊരു ഗെയിമിലേക്ക് കടക്കാം അല്ലെ? നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഫിലിംസ് കാണാതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും ഫിലിംസ് ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നോക്കാം നമ്മൾ ആരൊക്കെയാണ് ഇതില് എന്താ പറയാ ആൻസേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതലും ഫിലിംസ് കാണുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ? മാം അതിന് മുമ്പ് ഇന്ററപ്റ്റ് ചെയ്യുന്നതിൽ സോറി കേട്ടോ. ഓക്കെ കഴിവതും ഓക്കെ എല്ലാരും പേരൊക്കെ ഒന്ന് റീനെയിം ചെയ്യണേ. കാരണം ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ആര് ആൻസർ പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് വിളിച്ച് അതെ അതെ പറയണ്ടേ. അതെ. നമുക്ക് ഈ ഒരു സെഷൻ അല്ല, നമ്മളുടെ ഓറിയന്റേഷൻ കഴിയുമ്പോൾ ബെസ്റ്റ് പെർഫോമറെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന ആളാണ് നമ്മളുടെ സെഷനിലെ ഏറ്റവും നല്ല പെർഫോമർ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അപ്പം പലരുടെയും ചിലരുടെ ഫോണിന്റെ ഐഫോൺ എന്നുള്ള പേരാണ് കാണുന്നതൊക്കെ. അപ്പൊ നമ്മളുടെ ഇവിടെ പാർട്ടിസിപ്പൻസിന്റെ അവിടെ നിങ്ങൾ എടുത്താല് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിന്റെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ റീനെയിമിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത ഓപ്ഷൻ അവിടെ വരും. അത് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം വിവോ 2008 എന്ന ഫാത്തിമയല്ലേ, ഫാത്തിമ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അറിയാവുന്നത്. അപ്പൊ അത്രയും സ്റ്റുഡൻസ് ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഓൾട്ടർനേറ്റീവായിട്ട് പറഞ്ഞു പോയാൽ നമ്മൾക്കതൊരു ബുദ്ധിമുട്ടാവും. കാരണം പേര് എഴുതിയെടുക്കുക എന്നുള്ളത് നമുക്കൊരു വിഷയമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരൊന്ന് റീനെയിം ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ ദുർഗ മാം. വാണി മാം പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് റീനെയിം ചെയ്യണേ, നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ? നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാമോ? ഒരു മുത്തശ്ശി വെരി ഗുഡ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ, എല്ലാരും പറയുന്നുണ്ട്. നമുക്ക് ആൻസറിലേക്ക് നോക്കാം ഏതാണെന്നുള്ളത്. അതെ, ഒരു മുത്തശ്ശി കഥ തന്നെയാണ് കേട്ടോ. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഫിലിം കാണുന്ന ആൾക്കാരാണ്. നെക്സ്റ്റിലേക്ക് കടക്കാം നമുക്ക്. ആരാണ് പറയുന്നത്? കലോത്സവം. നിങ്ങൾ PG-ക്കാരല്ലേ, ഇങ്ങനൊക്കെ ഇരുന്നാ മതിയോ? അതും MBA-ക്കാര്. കുറച്ചുകൂടി എല്ലാരും ഒന്ന് എനർജി ആവാം, ഒന്നും കൂടി ഉഷാറായി. എന്താ പറയാ, ഒരു ബൂസ്റ്റൊക്കെ വേണമെങ്കിൽ കുടിച്ചു തരിക. എല്ലാരും ഉഷാറായിരിക്കുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതൊക്കെ നമുക്ക് ഈ ഒരു വട്ടേ കിട്ടത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇത്രയും പേര് ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ടൈമിൽ വന്നിരിക്കുന്നതെന്ന്. നമ്മൾ ഇത്രയും ഒരു എൻറ്റയർ ആയിട്ട് നമുക്ക് വെർച്വലി കണ്ടക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതൊരു ഐസ് ബ്രേക്കിംഗ് ഇതാണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ മൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി, നമുക്കത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് നിങ്ങൾക്ക് തോന്നരുത്. സോ അതുകൊണ്ട് കഴിവതും എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അല്ലെ, നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് വേണം. മാക്സിമം ആൻസർ പറയാനായിട്ട് നോക്കുക കേട്ടോ. മാക്സിമം എല്ലാരും ക്യാമറ ഓൺ ആക്കുകയും ചെയ്യാം കേട്ടോ. ക്യാമറയൊന്നും ആരും കാണുന്നില്ല. എല്ലാവരും പോരട്ടെ ഹണീബി. കുറച്ചുകൂടി സൗണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങള്. ഇതാരാണ് പറയുന്നത്? ഓക്കെ, അതൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇത് അവർക്ക് ആർക്കും അറിയാൻ തോന്നുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഒറ്റയടിക്ക് ചാടി കയറി ഇത് ഞങ്ങൾ പുറത്ത് ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. ആരോ ഒരാൾ അതിന്റെ അകത്തുണ്ട്. അയ്യോ, ഇത് പെൺകുട്ടികളാണ് സ്കോർ ചെയ്യുന്നത്. സ്വാതി അതേപോലെ സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം നെറ്റ്ഫ്ലിക്സിലൊക്കെ ആയിരിക്കും. അല്ലാതെ അറിയാഞ്ഞിട്ടല്ല, അവര് പറയുന്നതുമല്ല. അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടിയുണ്ട്. ഇതാരാണ് പറയുന്നത്? എളുപ്പാണ് തോന്നുന്നു. ഇവിടെ ബോയ്സിന്റെ സൗണ്ട് ഇല്ല കേട്ടോ, തീരെ ഇല്ല ബോയ്സിന്റെ സൗണ്ട്. ഞങ്ങള് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇത് മനസ്സിലാവണ്ടല്ലോ. സാലിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആള് പറയുന്നത് കുറച്ച് സൗണ്ടിൽ പറഞ്ഞാ മതി. അതെ, ഒന്ന് നിങ്ങളുടെ എനർജി ഒക്കെ പോന്നോട്ടെ ഇങ്ങോട്ട്. അതെ, എവിടുന്നോ ഒരു ജെൻ വോയിസ് ഞാൻ കേട്ടായിരുന്നേ. ഇതാരാ പറയുന്നേ? ഇരട്ടക്കുട്ടികൾ അച്ഛൻ. കിട്ടി. ഞാൻ കണ്ടപാടാ. കിളിച്ചുണ്ടൻ മാമ്പഴം. ഞാൻ തന്നെ കിളിച്ചുണ്ടൻ മാമ്പഴം.
അയ്യോ. പുലിവാൽ കല്യാണം. വെരി ഗുഡ്. ഛേ. ഈ ഒരു മത്സരം നമ്മുടെ MBA സിലബസ് തീർക്കാനും കാണണം ട്ടോ. തേന്മാവിൻ കൊമ്പത്ത്. അതെ, തേന്മാവിൻ കൊമ്പത്ത്. യെസ്, ഗോട്ട് ഇറ്റ്. ഇതാരാ അച്ഛനുറങ്ങാത്ത വീട്. ഇപ്പൊ എല്ലാരും ഒന്ന് എനർജറ്റിക് ആയി. എല്ലാരും ഉണർന്നു. അതെ അവരോടൊക്കെ കേറി വരുന്നുണ്ട്. അതെ അതെ. വെൽക്കം പോന്നോട്ടെ, ബാക്കിയുള്ളവരും കൂടി പോന്നോട്ടെ. വെൽക്കം ടു സെൻട്രൽ ജയിൽ. പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ്. സ്വാതി പെട്ടെന്ന് ചാടി കയറി പറഞ്ഞല്ലോ. അതെ അതെ. സ്വാതി പാട്ടുകാരിയല്ലേ മിസ്സേ? അതെ, ഫുൾ അപ്ഡേറ്റഡ് ആണ്. സ്വാതിക്ക് വേണ്ടി മാത്രം നമ്മളൊരു ഗെയിം കളിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അത് ശരിയാ. സന്ദേശം. അതെ അതെ അതെ. തരുണ സ്കോർ ചെയ്ത്. വലത്തോട്ട് തിരിഞ്ഞ 4ാമത്തെ വീട്. അതെ, ഓ. ഫാത്തിമ score ചെയ്തു. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് അടിപൊളി. അതെ, നിങ്ങൾക്ക് റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വരുമ്പോ നിങ്ങൾക്ക് റിയാക്ഷൻസ് ഒക്കെ ഇടാം. താഴെ ചാറ്റ് ബോക്സിൽ റിയാക്ഷൻസ് ഇടാം. പൂമുഖ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ? അതെ ചേച്ചി, കറക്റ്റ്. നിന്നെയും ആ, അത് സൂപ്പർ. പൂമുഖ പടിയിൽ നിന്നെയും കാത്ത്. യെസ്. അടിപൊളി. മുഖം പടി യു വെയിറ്റ്. ഇതൊക്കെ എങ്ങനെ കാണുന്ന മക്കൾ നിങ്ങള്? സമയം എവിടുന്നതിനൊക്കെ? ഓക്കെ, അപ്പൊ നല്ലൊരു ജീവിതമല്ലേ? ഗെയിം ആയിരുന്നു അല്ലേ? എല്ലാരും നല്ല രീതിയിൽ എല്ലാരും enjoy എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എല്ലാരും എൻജോയ് Okay. ചെയ്തില്ലേ? അപ്പൊ അങ്ങനെ റാസിക്ക് ഒരുപാട് ഫിലിമുകൾ അറിയാൻ പറ്റി അല്ലെ റാസി? ഓ, ഞാൻ 2023 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കുറെ ഫിലിം ഞാൻ കണ്ടത്. നമ്മള് കുറച്ച് പുറകോട്ടായി പോയല്ലേ? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് തന്നെ കടക്കാം അല്ലെ? ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്നത്? ഈ ഒരു എനർജിയോട് കൂടി തന്നെ ആരാണ് മുന്നോട്ട് വരുന്നത്? ജിതിഷ. നമ്മള് വിളിക്കണല്ലോ, ആരും അങ്ങോട്ട് എന്താ പറയാ ഏറ്റെടുത്ത് വരുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ, ആരാണ്? ആനറ്റ്. എന്റെ പേര് ആനറ്റ്. ആ. ഞാൻ കൊല്ലത്തുനിന്നാ വരുന്നേ. ഓക്കെ. പിന്നെ ഞാൻ BCom കംപ്ലീറ്റ് ചെയ്തു. കോപ്പറേഷൻ ആയിരുന്നു. മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കുമ്പോ ഞങ്ങള് കുനിഞ്ഞിരുന്ന് ഫ്രൂട്ടി ഒക്കെ കുടിക്കുമായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അത് നല്ലൊരു മെമ്മറി ആണല്ലോ. അതെ അതെ എന്നിട്ട് സാറെ കണ്ട് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചേ. ഞങ്ങൾക്ക് അങ്ങനെ അറിയാം, ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം കുറെ പേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ? അല്ലേ? എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അതെ അതെ. ബാക്കിലിരുന്ന് സംസാരിക്കലും ഫുഡ് കഴിക്കലും ഒക്കെ അല്ലേ? അതെ. കോളേജിൽ ആർട്സ് ഡേ സ്പോർട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങള് ലൈറ്റ് ഹൗസ് കാണാനും ബീച്ചിലൊക്കെ പോകും പിള്ളേരെല്ലാരും കൂടെ. അവിടെ ഒരു ആവശ്യത്തിനും കാണത്തില്ല. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ മെമ്മറിയിലോട്ടൊക്കെ തിരിച്ചു പോവാണ്. അപ്പൊ എല്ലാരും എനിക്ക് തോന്നുന്നു ആ മെമ്മറീസ് ഒക്കെ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലെ? എന്താണ് എന്റെ മെമ്മറി എന്നുള്ളത് ആ സ്കൂൾ ലൈഫിലേക്ക് എത്തിയില്ലേ എല്ലാവരും? അതെ അതെ. എന്ത് പറയണമെന്ന് കൊറേ ഉണ്ടല്ലേ? അപ്പൊ അതെ, ഏത് പറയണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ആരാണത്? അപ്പൊ ആ കൺഫ്യൂഷൻ ഉള്ള ആള് തന്നെ ഒന്ന് മുന്നോട്ട് വരാവോ? അരുൺ സെൻസർ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അതെ അതെ. അരുൺ പറയൂ. എന്റെ പേര് അരുൺ എൽദോസ്. ഞാനിവിടെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് വീട്. ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഒരു കമ്പനിയിൽ ഇവിടെ തന്നെ ഗാപ്പ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവിടെ ആദ്യം ഞാൻ പ്രൊഡക്ഷനിലായിരുന്നു. റീസെന്റ് ആയിട്ട് ഞാൻ ജോബ് പ്രൊഫൈൽ ഒന്ന് മാറി മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വന്നു, പ്രൊഡക്ട് മാനേജറായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് MBA എന്നൊരു ലക്ഷ്യത്തിലേക്ക് വന്നത്. അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും പറഞ്ഞ അനുഭവങ്ങളെല്ലാം തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മള് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായിരുന്നു. ഒരു വലിയൊരു വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിലൊക്കെ. ആ സമയത്ത് നമ്മള് അതിന് ശേഷം നമ്മള് കുട്ടികളെല്ലാരും കൂടി ചേർന്ന് ബുക്കുകള് അതുപോലെ തന്നെ കുറച്ച് പഠന മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പിക്കപ്പ് സ്വന്തമായിട്ട് എടുത്ത് ഓടിച്ച് കൊണ്ടുപോയി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു അനുഭവം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നത്. നമ്മളെ ഒരു സോഷ്യൽ വർക്കർ ഉണ്ട് നമ്മളെ കൂടെ. അതെ അതെ, നമുക്ക് പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ അരുൺ എന്റെ ബ്രദർ
അരുൺ എന്റെ ബ്രദർ ഉണ്ട് TCC ട്രാവണൂർ കൊച്ചിൻ കെമിക്കൽസ് എറണാകുളം കളമശ്ശേരി. അറിയാം. അസിസ്റ്റന്റ് GM ആണെന്ന് തോന്നുന്നു. എഞ്ചിനീയർ. യെസ്. അടുത്തതാര സോഫിയാണോ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഞാൻ സോഫിയ, കളമശ്ശേരിയാണ് വീട്, എറണാകുളം. ഞാൻ ഇരിക്കുന്നതിൽ ചിലപ്പോൾ മോസ്റ്റ് ഏജ്ഡ് ആയിരിക്കുള്ളൂ. 52 ആണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. മുമ്പ് വർക്ക് ചെയ്തിരുന്നു. ടീച്ചിങ് ഫീൽഡായിരുന്നു മെയിൻലി. ഇപ്പോ സൗദിയിലാണ് ഉള്ളത്. ഓക്കെ, അബ്ദുൾ റാസിക്ക് പറഞ്ഞ കേട്ടോ, ഏജ് എന്ന് പറഞ്ഞ വെറും നമ്പർ ആണ്. അതെ ഞാൻ പറയാനായിട്ട് വരുമായിരുന്നു വാണി മാം. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഇതൊന്നും അല്ല, ഇതിനപ്പുറം ഏജ് ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്. അതെ. പിന്നെ ഞാൻ ബിടെക് ആണ്. ബിടെക് EC 92 പാസ് ഔട്ട് ആണ്. പക്ഷെ അതിനുശേഷം കാര്യമായിട്ടൊന്നും ഇതായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. 5 കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. ആദ്യം ടീച്ചിങ്ങിന്റെ ആയിരുന്നു. പോളിടെക്നിക്കിൽ കുറച്ച് നാള്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഉടനെ സൗദിക്ക് പോകും. അധികം വൈകാതെ. പിന്നെ ഇവിടെ ഒരു സ്കൂള് റൺ ചെയ്തിരുന്നു. രണ്ട് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം. നമുക്ക് പിന്നീട് സൗദിക്ക് ശേഷം വന്നപ്പോൾ അവർക്ക് കൈമാറി. ഇപ്പോ വീട്ടിൽ സ്വസ്ഥമാണ്. അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടി വരും, സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നുള്ള ഓർമ്മകൾ എന്തൊക്കെയാന്ന് ചോദിക്കേണ്ടി വരും. ആസ് എ സ്റ്റുഡന്റ് എന്ന രീതിയിൽ. അതെ തീർച്ചയായിട്ടും. സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നുള്ള ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പോളിടെക്നിക്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഏകദേശം 7 months ഒക്കെയാണ് പഠിപ്പിച്ചുള്ളൂ അവിടെ കളമശ്ശേരി പോളിടെക്നിക്കില്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വഴിയിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്നുകൊണ്ട് വിളിക്കുകയാണ്, മിസ് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർമ്മ വരൂല, കാരണം കുറച്ച് നാളല്ലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തി മിസ് എനിക്ക് 2nd റാങ്ക് കിട്ടിയിട്ടുണ്ട് പോളിയിൽ ആ ഇയറിൽ പാസ് ഔട്ട് ആയതില് ഇലക്ട്രോണിക്സില്. അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഒരാളെങ്കിലും അങ്ങനെ വന്ന് പറയാനുണ്ടായല്ലോ എന്നുള്ളത്. പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അതായത് റൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് അതല്ലേ? അതെ, ഒരു ടീച്ചർ എന്ന നിലയിൽ ടീച്ചിങ് ഫീൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷം. കാരണം ദൈവാനുഗ്രഹം കൊണ്ട് ടീച്ചിങ് എന്നുള്ള ഇതില് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ സ്റ്റുഡന്റ് എന്നുള്ള ലെവലിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്തു. അതെ, സന്തോഷം നമ്മുടെ ലേൺ വൈസിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തി ലേണർ ആയിട്ട് കൂടിയതില്. താങ്ക് യു സോഫിയ. കാരണം ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പാക്കിംഗ് ആണ്, ലാസ്റ്റ് പാക്കിംഗ്. ഓക്കെ ഹാപ്പി ജേർണി. താങ്ക് യു. ഓക്കെ സോഫിയ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? രജിക, വീഡിയോ ഓൺ ആണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? മ്യൂട്ട് ആണ്. ഇനി ആരാണ് വരുന്നത്? ഒന്ന് എനർജറ്റിക് ആയിക്കോട്ടെ കേട്ടോ. ഞാൻ പറയട്ടെ. പറഞ്ഞോ ഷിഫ. എന്റെ പേര് ഷിഫ. ഞാൻ വരുന്നത് തൃശ്ശൂരിന്നാണ്. എന്താ മാം? പറഞ്ഞോളൂ കേക്കാം. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. BCom കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ചെയ്യായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ MBAക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ MBA എന്ന് പറയുന്നത് ഒരു +2 പഠിക്കുന്ന ടൈം മുതൽ തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു MBA എടുക്കണം എന്നുള്ളത്. അതുപോലെ മെമ്മറീസ് കുറെ ഉണ്ട്, കോളേജിലും സ്കൂളിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് പറയണെങ്കിൽ എന്റെ 5th സെം എക്സാമിന്റെ അന്നായിരുന്നു എന്റെ താത്താടെ കല്യാണം. നമ്മളെ 5th സെം എക്സാം സ്റ്റാർട്ട് ചെയ്യണ അന്നായിരുന്നു.
അപ്പോ ശരിക്കും വേറെ ദിവസമായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ ഇലക്ഷന്റെ ഒരു ഇതൊക്കെ വന്നിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന്. അങ്ങനെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് എന്റെ താത്താടെ കല്യാണത്തിന്റെ അന്നായിരുന്നു. അങ്ങനെ നമുക്ക് താത്താമാരെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. കുറെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കല്യാണം ഉള്ളത്. അപ്പോ എക്സാം ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഹാളിൽ നിന്ന് എന്താണ് നമ്മളെ ഈ ബ്രൈഡൽ എൻട്രി അങ്ങനത്തെ സംഭവമൊക്കെ എന്താ കറക്റ്റ് സമയത്തിന്റെ മുമ്പ് തന്നെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യണതിന്റെ മുന്നേ നടത്തിച്ച ഒന്നും കൂടിയും. എന്നിട്ട് എന്താ പറയാ കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ട പാട് എക്സാം എഴുതാൻ പോയി. അങ്ങനെ പോയിട്ട് പിന്നെ ഇക്കാടെ വീട്ടിലേക്ക് റിസപ്ഷനിക്കാണ് പോയത്. അതെന്ന് പറയുന്നത് ഒരു വലിയൊരു മെമ്മറി ആയിട്ട് എനിക്ക് തോന്നണത് വെച്ചാല് താത്താടെ കല്യാണത്തിന് കോളേജിലിരുന്ന് ഞാൻ എക്സാം എഴുതാൻ പോയിട്ട്. എക്സാം ആയിരിക്കുമല്ലോ. എക്സാം ആയിരുന്നു. അപ്പൊ എന്നിട്ട് എല്ലാരും ഇങ്ങനെ നമ്മള് ഇല്ലാത്ത ഗൗണൊക്കെ ഇട്ടിട്ടാ പോയിണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഇത് എന്താ സംഭവം എന്നുള്ള ഒരു ഇതിലായിരുന്നു ചോദിച്ചിരുന്നത്. എക്സാം എഴുതിയായിരുന്നു? എക്സാം എഴുതി. എക്സാം എഴുതിയിട്ട് പാസ്സായി. പി കിട്ടി. സമാധാനം. കിട്ടി. അതായിരുന്നു ഇത്. അതായിരുന്നു ഒരു മെമ്മറി എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത്. അതാണ് ഒരു മെമ്മറി. അല്ലേ? അത് വീഡിയോ ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞോളൂ കേട്ടോ. വീഡിയോ അല്ല പറഞ്ഞ നമുക്കിപ്പോ ഓഡിയോ മ്യൂട്ടഡ് എന്നായിട്ടാണ് കാണിക്കുന്നത്, സ്റ്റക്കായിട്ടാ കാണുന്നത് വീഡിയോ. അതുകൊണ്ടാ പറഞ്ഞ കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. എല്ലാവർക്കും ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്, അതുകൊണ്ടാണ്. രാജിക പറഞ്ഞോളൂ കേട്ടോ. ബികോം കംപ്ലീറ്റ് ചെയ്തു, വർക്ക് ചെയ്യാണ് ഒരു കമ്പനിയില്. വർക്ക് ചെയ്യാണല്ലേ? ഓക്കെ. ചോദിച്ച പോലെ എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അത് കൂടാതെ തന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും റോൾ മോഡൽസ് നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ എൻ്റയർലി നിങ്ങൾക്ക് എന്താണ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ പേഴ്സൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരോടും ആണോ? അല്ല, ഇപ്പൊ വിളിക്കുന്നവരോട്. സ്കൂൾ ലൈഫില് ടൂർ പോയ കാര്യം ഓർക്കുന്നുണ്ട്. മെമ്മറി ആയിരിക്കുന്നത് ഒരുപാട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഒരു മെമ്മറി ആയിട്ട് തോന്നുന്നത്. ഓക്കെ ഓക്കെ രചിക, ക്ലിയർ ആണ് കേട്ടോ. നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉള്ളത് നമുക്ക് ഇച്ചിരി ഡിലേ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പം ഒരു ഗെയിമിലോട്ട് കൂടി കടന്നാലോ? എല്ലാരും റെഡി ആണോ? സിനിമയല്ല, ഇത് കുറച്ചും കൂടി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് അല്ലെ വാണിമ? ഗ്രാബ് ആൻഡ് റൺ അല്ലേ? ഇപ്പം അത് നമുക്ക് അവസാനം കൊടുത്താൽ പോരായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം എല്ലാരും വീഡിയോ ഓൺ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ വീഡിയോ ഓൺ ചെയ്യാം. കാരണം ഗെയിം കളിക്കാനായിട്ട് പറ്റുള്ളൂ. ഇരുന്ന് കളിച്ചോണ്ട് ക്യാമറ ഇല്ല, സോറി. ഞാൻ വെബ്ക്യാം ഇല്ല എന്റെ കയ്യിൽ. ഞാൻ പിന്നെ ഓഫീസിലാ ഉള്ളത്. ഓക്കെ, ഷോടാ. അപ്പം ഇത് നമ്മള് ഒരിടത്ത് ഇരുന്ന് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല. ഇരുന്ന് കളിക്കുന്ന സ്വാതിയൊക്കെ എണ്ണിക്കാൻ റെഡി ആയിക്കോ. നമ്മള് എണ്ണിച്ച് ഓടേണ്ടി വരും. കാരണം ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ചിലപ്പോ ഒരു പിക്ചർ നിങ്ങളെ കാണിക്കും. ഈവൻ ഞങ്ങളൊരു ഒബ്ജക്റ്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കളർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവരാൻ പറയുമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങളത് കൊണ്ടുവന്ന് നമ്മളെ കാണിക്കാം. അപ്പൊ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഓടിപ്പോയി എടുത്തോണ്ട് വരേണ്ടി വരും. നമ്മൾ നോട്ട് ചെയ്യും ആരായിരിക്കും കൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ റാസി, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഗെയിം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൽ കൊടുക്കാം. കുഴപ്പമില്ല, ഞാൻ ഓഫീസിലാണ്. എന്നോട് മല്ലിയൊക്കെ എടുക്കാൻ പറഞ്ഞാൽ എടുക്കാനും പറ്റൂല. ഞാൻ ഓഫീസിലാണ്. എന്താണ് എന്തോ എടുക്കാനാ? മല്ലിപ്പൊടിയോ മുളകൊക്കെ എടുത്തോണ്ടിരാൻ പറഞ്ഞു. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? നമുക്ക് തുടങ്ങാം. റെഡി ആണല്ലോ? അതെ, ഒരു തംസപ്പ് തന്നോളൂ. എല്ലാരും റെഡി ആണെങ്കിൽ എല്ലാരും ഒന്ന് എണീറ്റിരുന്നോളൂ. ഫസ്റ്റ് ഐറ്റം വന്നു, ബുക്ക്. അരുൺ കാണിച്ചു.
സിനു കാണിച്ചു. അതെ. ശിവ പോകുന്നില്ലേ? ടെസ്റ്റ് ഇല്ലയോ? നോട്ടൊന്നും ഇല്ലേ കയ്യില്? നോട്ട് നെറ്റ് കാണിച്ചു. ഓക്കെ. ഞാനും കാണിച്ചു. കണ്ടു സ്വാതി. സ്വാതി സ്വാതി കാണിച്ചു. ഓക്കെ, സാജിത്ത് കണ്ടു. ഓക്കെ, ഇനി ആരാണ് അടുത്തത്? എല്ലാരും കാണിച്ചോ? എല്ലാരും കാണിച്ചു. സജിത്ത് കണ്ടു. ഓക്കെ, അടുത്ത സാധനത്തിലോട്ട് പോയാലോ? അടുത്ത ഐറ്റം എന്താണ്? സ്വാതിയുടെ കയ്യിലുണ്ടായിരുന്നു. സ്വാതി ആദ്യമേ ഫസ്റ്റ്. എന്റെ കയ്യിലും ഉണ്ട് കേട്ടോ ഈ കപ്പ്. രണ്ടാണ് ഇരിക്കുന്നത് ഇവിടെ. കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഞങ്ങള് ആരുടെ തപ്പി നടക്കുകയാണ്. കളർ ഇത് തന്നെ വേണോന്ന്? കളർ വേണമെന്നാണ് അവരൊക്കെ കാണിക്കുന്നുണ്ട്. അതാണ് ഗ്രീൻ കളർ കപ്പൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് പേനയാണോ ഇതിലിരിക്കുന്നത്? കപ്പായ മതി. പേനയിടാൻ വെച്ച കപ്പാണ്. എന്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അതെ, ഷിഫ ഓടുന്നുണ്ട്. ഇപ്പൊ ഓടുകയാണ് കേട്ടോ കപ്പ് എടുക്കാനായിട്ട്. കിച്ചണിൽ ഷിഫ ഉള്ള ഓട്ടാണ്. തമന്ന കാണിക്കുന്നുണ്ട്, കപ്പ് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും കപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത്. ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം കാണിക്കുക. റിമോട്ട്. എനിക്ക് തോന്നുന്നു ജെൻസിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ? എന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, സാജി കാണിച്ചു. ഓക്കെ, ഷിഫ കാണിച്ചു റിമോട്ട്. ജിതീഷ കാണിച്ചു, ഷിഫ കാണിച്ചു, സിനു കാണിച്ചു. എന്റെ കയ്യിൽ എൽജിന്റെ റിമോട്ട് ഉണ്ട്. നിങ്ങൾ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? ഇല്ലയോ അരുണേ? അരുണെന്താണ് നോക്കിയിരിക്കുന്നേ? അരുണ് കൂളായിട്ട് ഇരിക്കുകയാണല്ലോ. ഷർട്ടിൽ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ. അടുത്തത് സ്പെക്സ്. ഓക്കെ, അരുൺ ഞാൻ കാണിച്ചു. ഓക്കെ, ഷിഫ കാണിച്ചു. സെർച്ചിങ് ആണ് കേട്ടോ അവിടെ. വാണി മാം തൊട്ട് കാണിച്ചാൽ മതി. അതെ, വാണി മാമിന് തൊട്ട് കാണിച്ചാൽ മതി. അതെ. ഓക്കെ, സംതിങ് മേഡ് ഇൻ വുഡ്. തടി കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു വസ്തു. എന്റെ മൊബൈൽ ഹോൾഡർ എന്റെ കയ്യിലുണ്ട്. മൊബൈൽ ഹോൾഡർ. ഓക്കെ, തമന്ന കാണിച്ച്. സൗണ്ട് കേൾക്കുന്നുണ്ട്. സാജിത്ത് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. ചെയറാണോ സിനു കാണിക്കുന്നേ? ഡോറ് കാണിക്കുന്നുണ്ടല്ലോ. ആരൊരാൾ ഡോറ് കാണിക്കുന്നുണ്ട്. ഡോറൊക്കെ കറക്റ്റ് ആണ്. അതെ, വുഡാണല്ലോ. ഷിഫ എന്ന് പറയുന്ന ആള് ഡോറ് തുറന്നിട്ട് ഓടിയിട്ട് വേറെ എന്തോ വരത്തിന്റെ അടുത്താണ് ഡോറ്. ഭയങ്കര ഓട്ടമാണ് കേട്ടോ, ഭയങ്കര ഓട്ടം. ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു എനർജി ഡ്രിങ്കിന്റെ ആവശ്യം വരും. ഗെയിമിന്റെ പേര് അതല്ലേ? നമ്മൾ ഓടിയിട്ട് സാധനം പോയിട്ടിരിക്കണം. അതെ, അതിന്റെ ആ ഗെയിം അനുസരിച്ച് റൂൾസ് അനുസരിച്ച് ചെയ്യുന്നുണ്ട് ഷിഫ അല്ലെ? റൂൾ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ട് ഷിഫ. നമുക്കിതില്ലാതെ ഇപ്പൊ ജീവിക്കാൻ ഒക്കത്തില്ല. ഇതൊരു 4-5 ഇവിടെ ഇരിക്കുന്നുണ്ട് പല എല്ലാം അവൈലബിൾ ആണ്, പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഓഫീസിൽ ഫുൾ ഒരു കവറിൽ കാണിക്കുന്നുണ്ട്. അസ്ബർ കാണിക്കുന്നുണ്ട്. അരുൺ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ട്. ഇതില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെ? കാണിക്കുന്നുണ്ട്. ജിതിഷ കാണിക്കുന്നുണ്ട്. എല്ലാരും കാണിക്കുന്നുണ്ട്. റെഡ് കളറിലുള്ള ഒരു ഐറ്റം കാണിക്കാം. തമന്ന കാണിച്ചു കഴിഞ്ഞു. അതെ, സിനു കാണിച്ചു. അരുൺ ഇരുന്ന അവിടുന്ന് എണീക്കുന്നില്ല കേട്ടോ. അരുൺ അവിടെ തന്നെ ഇയർബഡ്സിന്റെ കവർ, അതിന്റെ സിലിക്കോൺ കവർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് കാണിക്കുന്നുണ്ട്. ആരാണ്ടോണ്ടെന്ന് തോന്നുന്നു. ആരാണ്ട് അവിടെ ഉണ്ടോ? എന്തോ പറയാം. അവിടെ ഇരുന്ന് ഓർഡറിംഗ് ആണ് എനിക്ക് തോന്നി. അവിടെ ആരും ആ സാധനം റെഡ് കളറിന്റെ സാധനം കൊണ്ട് ടേബിള് ഫുള്ള് നല്ല വൃത്തിയായിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ടാവൂലേ? അതെ, ഓൾ ഇൻ വൺ ആണ്. ഓടണ്ട. അതെ.
എന്റെ കയ്യിൽ 1.4 അനറ്റ് ലിറ്ററിന്റെ ഒരു വാട്ടർ കാണിക്കുന്നുണ്ട്. ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്തോളൂ. അനറ്റൊക്കെ മിസ്സേ കിട്ടി കിട്ടി. ദിശ കാണിക്കുന്നുണ്ട്. ഷിഫ കാണിച്ചു. ആ ദുർഗ മാം എന്റെ കയ്യിൽ 1.4 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ ഉണ്ട് കേട്ടോ. അതെ അല്ലെ, ലിറ്റർ കാണിക്കാൻ അടക്കം പറ്റാത്തതുകൊണ്ടാണ്. പറയുന്നുണ്ട്. എന്തിന്റെ ക്വാണ്ടിറ്റി അടക്കം ആള് Yes. പറഞ്ഞിട്ടുണ്ട്. എന്ത് ബോട്ടിലാന്നും കൂടി ഒന്ന് പറ. വാട്ടർ ബോട്ടിൽ തന്നെയാണ്. നമ്മൾ 5 ലിറ്റർ വെള്ളം കുടിക്കുന്നുള്ള എടുത്ത് വെക്കുന്നതാണ്. അതാരാണ് ആ ചോദിച്ച വ്യക്തി? ആരാണ്? അരുണ് വേറെ ആരാ? അരുണാണ് അരുണ്. ഇല്ല, അത് നമുക്ക് ആറാമാണ്, നമുക്കില്ലല്ലോ. ആണോ? ഓക്കെ. കളർ പെൻസിൽ സ്വാതി കാണിച്ചു. സ്വാതി ഏത് കളറും ആവാം കേട്ടോ. ഇവിടെ മാർക്കർ ഇരിക്കുന്നുണ്ട്. മാർക്കർ കളർ പെൻ മതിയല്ലോ അല്ലേ? അനറ്റ് കാണിച്ചിട്ടുണ്ട്. മക്കളുടെ ഷിഫ ബാക്കിൽ കാണിച്ചു. പോയി തരേണ്ടി വരും. അല്ലേ? ഷിഫ കാണിച്ചിട്ടുണ്ട്. അരുൺ അരുൺ കാണിച്ചിട്ടുണ്ട്. അരുൺ ഇരുന്നവിടെ ഇരുന്ന് എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് എല്ലാം ഉണ്ട്. സ്റ്റാബിലോ. എല്ലാം ഇവിടെ സ്റ്റാബിലോ ബോസിന്റെ മേലനങ്ങാതെ ഒറിജിനൽ. എല്ലാ സംഭവവും കയ്യിൽ എത്തിച്ചത് അരുണാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. വിളിച്ച വിളിപ്പുറത്താണ് അരുൺ. അതെ അതെ അതെ. റിംസി കാണിക്കുന്നുണ്ട്. അരുൺ സി സ്റ്റേഷനറി ഷോപ്പിലാണോ? അതെ സ്റ്റേഷനറി അതെ, ഷോപ്പിലാണോ? സ്റ്റേഷനറിയിലാണോ എന്നൊരു സംശയം നമുക്കും ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഷാർപ്പ്. മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു വസ്തു. അതൊരു പെൻസിൽ പോലെ. Yes, yes, yes. എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. കത്തിയൊക്കെ എടുത്തു വന്നിട്ടുണ്ടല്ലോ. എനിക്ക് വയ്യ. കത്തി, അനറ്റ് കത്രിക. ജിതിഷ ഫുൾ സെറ്റ് ആണ്. ഫസ്റ്റ് തന്നെ അതെ, കാണിച്ചിട്ടുണ്ട്. അതെ അതെ, തമന്ന കത്തി. എനിക്ക് തോന്നുന്നു കിച്ചണിൽ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് അത് കിട്ടും അല്ലേ? സിനു എല്ലാവരുടെ കയ്യിലും കത്തിയാണ് കേട്ടോ. വാണി എന്റെ മാം കയ്യിലുണ്ട്. കത്രിക ഉണ്ട്. പിന്നെ മറ്റേ അതിനെന്താ പറയാ, ഒരു പിന്നെ കത്തി മിസ് പോലത്തെ അതില്ലേ? സാധനം. Yes. സ്വാതി കാണിച്ചിട്ടുണ്ട്. ശിഫ നമ്മുടെ ഇത് എന്താ പറയാ, റേസർ ആണോ? അല്ല, അത് പിന്നെ വെജിറ്റബിൾ സമാനമായ കാര്യം ഷിഫ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാരും ഒന്ന് അനങ്ങുന്നുണ്ട്. ഓക്കെ, എല്ലാരും കാണിച്ചിട്ടുണ്ട്. ഇതില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഉണ്ട്. സ്വാതി yes, കാണിച്ചു. yes, yes. സിനു കാണിച്ചു. സ്വാതി ഇത് കാണിച്ചു. ഈ സിനു റെഡ് കാണിച്ചു. കളർ തന്നെ വേണമെന്നുണ്ട്. അരുൺ കാണിച്ചു. ഇല്ല ഇല്ല. സാലി കാണിച്ചു. അപ്പൊ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലൂടെയാണ്, ബ്ലാക്കിൽ. അതെ അതെ. ഷിഫ, തമന്ന കാണിക്കുന്നുണ്ട്. തമന്ന എല്ലാരും കാണിച്ചു. ഓക്കെ, അടുത്ത നോക്കാം നമുക്കിനി. ഓക്കെ, ജിതിഷ ഓടി. ഇത് ശരിയാണ്. അരുൺ അപ്പുറത്തിരിക്കുന്ന സാധനം എടുത്ത് ഇപ്പുറത്ത് കാണിച്ചു. ബാഗ് അരുൺ കാണിച്ചു. സ്വാതി റിൻസി കാണിച്ചിട്ടുണ്ട്. സ്വാതി കാണിച്ചിട്ടുണ്ട്. ഷിഫ കാണിച്ചിട്ടുണ്ട്. തമന്ന, അനറ്റ് എല്ലാരും ഉണ്ടല്ലോ. ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്താട്ടോ. ഇത് നമ്മുടെ അടുത്ത് എങ്ങനെ വരിക ഈ സാധനം? ആണുങ്ങളുടെ അടുത്ത് വരില്ലല്ലോ. ഇത് ഞങ്ങൾ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാത്ത എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാ സോഫ്റ്റ് ആയിട്ടുള്ള item. ഓക്കെ, ബെഡ്ഷീറ്റ് ആണോ? സ്കിൻ നല്ല സോഫ്റ്റ്. ജിതിഷ ആരാണ്? ഈ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയ ആളാണ്. വ്യക്തി ആരാണ്? അയാൾക്ക് കാണട്ടെ. ഓക്കെ, ജിതിഷ. സോഫ്റ്റ് ആണ്. അടുത്തത് ടവൽ. ടവൽ അരുൺ കാണിച്ചു. അരുൺ കാണിച്ചു. ഇന്നത് ഫുൾ ഉണ്ടല്ലോ. സ്റ്റാർ ഓഫ് ദി ഗെയിം അരുൺ ആണ് അല്ലേ? കിട്ടിയിട്ടാ. അങ്ങനെയല്ല, ഏറ്റവും നല്ല അടുക്കും ചുറ്റുമുള്ള കുട്ടിയാ. അതെ, അത് മനസ്സിലായി നമുക്ക്. ഇവിടെ ഇവിടെ തന്നെ മൊത്തം ഉണ്ട്. അടുത്തത് ക്ലാസ് ഓഫ് വാട്ടർ. സീനു കാണിച്ചിട്ടുണ്ട്. ജിതിഷ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് വെള്ളം. അരുൺ ഒന്ന് എണീറ്റു. ഇതിനെങ്കിലും ഒന്ന് എണീറ്റിട്ടുണ്ട്. ഓക്കെ, വെള്ളം തന്നെ അല്ലത്, കളർ വ്യത്യാസം ഉണ്ടോ? ഇല്ല, വെള്ളം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാബ് ആൻഡ് റൺ? അവസാനത്തിൽ എന്നെ എഴുന്നേൽപ്പിച്ചു. അതായിരുന്നു ഞങ്ങളുടെ അത് ലക്ഷ്യം. മാത്രമില്ല ആ ടേബിളില്. അതല്ലാത്ത എല്ലാം ആ ടേബിളിലുണ്ട്. അത് മാത്രമില്ല. ഓക്കെ, അപ്പം എല്ലാരും എൻജോയ് ചെയ്തില്ലേ ഈ ഒരു സെഷൻ? എല്ലാരും എൻജോയ് ചെയ്തില്ലേ ഈ ഒരു ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു.
ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ ഇനിയിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാരില്ലേ, നമുക്ക് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ, നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ഇനി ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ളത്? മാം ഞാൻ ചെയ്യാം. ഓക്കെ, ചെയ്യൂ. എൻ്റെ പേര് അസ്ബർ സാജിദ് എന്നാണ്. ഓക്കെ. സ്ഥലം ആലപ്പുഴയാണ്, ആലപ്പുഴ അമ്പലപ്പുഴ. പഠിച്ചത് ഞാൻ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞ് പഠിച്ചത് കൊല്ലത്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ ഒരു കൊല്ലം ICMAയുടെ സർട്ടിഫൈഡ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോ ഒരു 6 മാസമായിട്ട് ഞാൻ UAE-ലാണ്, ഷാർജ. ഇവിടെ വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടക്ക് ഇപ്പോൾ MBA ചെയ്യണമെന്ന് നേരത്തെ ബികോം പഠിക്കുമ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു MBA പഠിക്കണമെന്ന്. അങ്ങനെ ബികോം കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ജോലി പിന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യലേ നടക്കത്തുള്ളൂ. ഞാൻ ലേൺവൈസിനെ സമീപിച്ചത്. ഓക്കെ, ഇപ്പൊ മെമ്മറി എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള സ്കൂളിലോ കോളേജിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊല്ലത്താണ് പഠിച്ചത്, ഹോസ്റ്റലിലാണ് നിന്നത്. അതുകൊണ്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ട് പറയാൻ. പിന്നെ ഒരെണ്ണം ഷെയർ ചെയ്യോ? ഒരെണ്ണം നോക്കട്ടെ, കേൾക്കട്ടെ. എന്ന് പറഞ്ഞാല് ഹോസ്റ്റലില് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ റീസെന്റ് ഞാൻ അവനെ വിളിച്ചോണ്ട് എനിക്ക് ഓർമ്മ വന്നതാ ഇന്നലെ. അപ്പോ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ജൂനിയേഴ്സ് ഉണ്ടാവും, ജൂനിയേഴ്സിന് ഞങ്ങളിങ്ങനെ, ഞാൻ മുടി വെട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിത്തരാൻ എനിക്കറിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവന് മുടിയൊക്കെ വെട്ടി കൊടുത്തായിരുന്നു. അതിന് മുടി വെട്ടി കുളവായി. അവസാനം സാറ് പിടിച്ച അവസാനം ഫൈൻ അടച്ചു, 500 രൂപ ഫൈൻ അടക്കും. അധികമല്ല, ഇവന്മാര് പുറത്തുപോയി മുടി വെട്ടണ്ട, നമുക്ക് മുടി വെട്ടി കൊടുക്കാതെ പുറത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് പേരെ പിടിച്ച് മുടിയൊക്കെ വെട്ടി കൊടുത്ത് അവസാനം പിടിച്ചത് ഫ്ലോപ്പായി. എന്തായാലും മുടി വെട്ടിയത് മൊത്തം കുളമായി പോയി. ലാസ്റ്റ് ആവുമ്പോ പറ്റടിച്ച് അങ്ങനെ. പിന്നെ അതൊരു മെമ്മറി. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വയ്യാന്ന് പറഞ്ഞ് പനി പിടിച്ച് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകും. അങ്ങനെ കൊറേ ഉണ്ട്. അങ്ങനെ കൊറേ മെമ്മറീസ് ഉണ്ടല്ലേ? അതേ ഉള്ളൂ. മറ്റാൾക്ക് മുടി പിന്നെ വന്നോ? മൊട്ട അടിച്ചോ മറ്റാള്? ഓക്കെ, താങ്ക് യു അസ്ബർ. നെക്സ്റ്റ് ആരാണ്? ഹിബ മാം. ഓക്കെ, ഇനി ആരാ വരുന്നേ? ഇനി ആരാണ് മെമ്പർ ഷെയർ ചെയ്യാനായിട്ട്? ഇപ്പൊ ഡിഗ്രിയുടെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാൻ 2012 ഞങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതും ബാച്ച് അവസാനിച്ചതും ഏകദേശം ഒരു എന്താ പറയാ, ഒരു ട്രാജഡി സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോ അങ്ങനെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ 2018 ഫ്ലഡ് ആയിരുന്നു. ഞങ്ങളുടെ ഈ ഏരിയ ഒക്കെ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഫ്ലഡും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്താണ്. അതെ, വളരെ നല്ല നടന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോഴ്സ് ഏകദേശം തുടങ്ങി ഒരു വർഷം ആയതുകൊണ്ട് ഞങ്ങളുടെ സിലബസും കാര്യങ്ങളൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഫസ്റ്റ് ഇയർ ഒന്നും ഞങ്ങൾക്ക് മര്യാദ കാര്യമായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ സെക്കൻഡ് ഇയർ ആണ് ഏകദേശം ഞങ്ങൾക്ക് എല്ലാവരുടെയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയി ഒന്ന് അടിച്ചു പൊളിച്ചു വന്നത്. അത് കഴിഞ്ഞ് 2021 ആയപ്പോഴേക്കും ഏകദേശം ഫെബ്രുവരി ടൈം ആയപ്പോഴേക്കും വീണ്ടും കൊറോണ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതങ്ങനെ തീർന്നു. ഡിഗ്രിയും കൊറോണ എല്ലാം കൂടി ഒരുമിച്ചാണ് കഴിഞ്ഞത്. ഏകദേശം ഒരു വർഷമായിട്ട് 2018 ജോയിൻ ചെയ്തത്. അപ്പോ എന്താ പറയാ, അത് ഒരു വർഷം മാത്രമേ ഏകദേശം കോളേജിൽ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ കോളേജിൽ കിട്ടിയ ഒരു വർഷം അടിച്ചു കുറച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് മൊത്തം ആ ഇയർ മൊത്തം മെമ്മറീസ് തന്നെയാണ്. താങ്ക് യു മുഹമ്മദ്. ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ? റിംസി ചെയ്തോ? ഇൻട്രൊഡക്ഷൻ ചെയ്തോ? ഇല്ല, ഗുഡ് ഈവനിങ്. എന്റെ പേര് റിംസി രവീന്ദ്രൻ. ഞാൻ കാലിക്കറ്റിലാണ് വരുന്നത്. ഞാൻ ഇപ്പൊ വർക്കിംഗ് ആണ്. ഞാൻ ഗൾഫ് ഗേറ്റ് ഹെയർ ഫിക്സിംഗിൽ HR ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഓഡിബിൾ അല്ല. ഹലോ. ഓക്കെ, അത് ഇടയ്ക്ക് വെച്ച് കട്ടായതാണ്. പറഞ്ഞോളൂ. ഇപ്പൊ ക്ലിയർ ആണോ? കേക്കാം. ഓക്കെ, ഞാനിപ്പോ റീസെന്റ് വർക്കിംഗ് ആണ്. ഞാൻ ഗൾഫ് ഗേറ്റ് ഹെയർ ഫിക്സിംഗിൽ HR ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു 15 ഇയേഴ്സോളായി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. ഡിഗ്രി 2000 ഡിഗ്രി പാസ് ഔട്ട് ആയതാണ്. പിന്നെ കൂടെ MA ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ കുറെ കാലങ്ങളായി MBA ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ രജിസ്റ്റർ ചെയ്തതുമാണ് MBA. പക്ഷേ
പല കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം വീണ്ടും ഈ വർഷം ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ FB ലേൺ വൈസിന്റെ ആഡ് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ രജിസ്റ്റർ ചെയ്തത്. ഹലോ, ഓഡിബിൾ ആണോ? അതെ കേൾക്കുന്നുണ്ട് പറയൂ. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പം ഇനി നന്നായി MBA കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. ലേൺ വൈസിന്റെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, അല്ലേ ഹിബ മാം? അതെ. അതെ, ഓക്കെ. എന്തെങ്കിലും മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? സ്കൂൾ ലൈഫിലും എന്തെങ്കിലും മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളാണ് പഠിച്ചത്. കാലിക്കറ്റിൽ തന്നെയുള്ള കോൺവെന്റ് സ്കൂളാണ് പഠിച്ചത്. കോളേജ് പഠിച്ച ഒരു ഗവൺമെന്റ് കോളേജിലാണ്. അപ്പം ഒരു കോൺവെന്റ് സ്കൂൾ സിസ്റ്റേഴ്സിന്റെ അണ്ടറിലുള്ള സ്കൂളിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോയില്ല. ഞാൻ പ്രീ ഡിഗ്രി ആണ്. കോളേജിലേക്ക് പോയപ്പോൾ ഒരു വലിയൊരു മാറ്റമായിരുന്നു. കാരണം ഗേൾസ് മാത്രം ഉള്ളിടത്തുനിന്ന് ഒരു മിക്സഡ് കോളേജിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളെ ലൈഫ്, ഞാൻ 5 വർഷം ആ കോളേജിൽ തന്നെയാണ് പഠിച്ചത്, മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. അപ്പം 5 വർഷം നല്ല മെമ്മറബിൾ ആയിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നായിട്ട് പറയാനൊന്നുമില്ല, കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു മെമ്മറിയിൽ വരുന്ന അങ്ങനെ കുറെ റിലേറ്റഡ്സ് ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ട്. പിന്നെ 5 വർഷം NSSന്റെ ക്യാമ്പിന് വേണ്ടിയിട്ട് 10 ദിവസം കോളേജും സ്കൂളൊക്കെ വിട്ട് കോളേജിലെ കുട്ടികളെ കൂടെ ചെലവഴിച്ചതും അങ്ങനെ പല മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് എടുത്ത് പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 5 വർഷം നന്നായി എൻജോയ് ചെയ്തതാണ് കോളേജ്. പറയൂ. ഞാൻ ഇവിടെ കുവൈറ്റിലാണ് റിസൈഡ് ചെയ്യുന്നത്. നാട്ടില് തലശ്ശേരിയാണ്. പഠിച്ചത് സ്കൂളിംഗ് ഒക്കെ ദുബായിലായിരുന്നു 12th വരെ. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് മാനേജ്മെന്റ് ഡിഗ്രി ചെയ്തു. കല്യാണം കുവൈറ്റിലേക്ക് വന്നു. അതിനുശേഷം പിന്നെ ഈവൻ ദോ എയിം ഉണ്ടായിരുന്നെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നെങ്കിലും പറ്റിയില്ല. പിന്നെ കുട്ടികളായി. ഇപ്പൊ 2 മക്കളും. ഇപ്പൊ ഇളയ മോള് ഈ വർഷം യൂണി ജോയിൻ ചെയ്തു UK. മോൻ യൂണി കഴിഞ്ഞിട്ട് അവൻ UK തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ടോട്ടൽ ഫ്രീഡം ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു വൈ നോട്ട് എന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ എക്സ്പീരിയൻസ്? ആങ്സൈറ്റിയാണ് കൂടുതൽ എനിക്ക് തോന്നിയത്. ഐ ഡോണ്ട് നോ, മേ ബി കുറച്ച് ഹ്യൂജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഐ എം എക്സ്പെക്ടിങ് ടു മച്ച് ഫ്രം മൈ സൈഡ് എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് നമ്മള് ആ ഒരു സമയത്ത് പഠിച്ചിരുന്ന അതേ എഫേർട്ട് നമുക്ക് ഇപ്പൊ ഇടാൻ പറ്റണില്ല. മെമ്മറിയില് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് ഫസ്റ്റ് ജോബ്. എന്തെങ്കിലും മെമ്മറി ഷെയർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ സ്കൂൾ ലൈഫ്? എവറി ഡേ ഇസ് എ മെമ്മറി. സത്യം പറഞ്ഞാൽ സ്കൂള് കോളേജ് വരെ ഉള്ളത്. പക്ഷെ ഇപ്പൊ ഈ എല്ലാവരും പറയുമ്പോഴും മാം ഒക്കെ ചോദിക്കുമ്പോഴും എനിക്ക് സഡൻ ആയിട്ട് സ്ട്രൈക്ക് ചെയ്തത്, ബിക്കോസ് ഞാനൊരു NRI സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് നാട്ടിലെ പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഭാഷ, ആക്ച്വലി ഞാൻ കർണാടകയിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കന്നഡ ഒട്ടും അറിയാത്തൊരു ഭാഷയും അവിടുത്തെ കൾച്ചർ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ പോയിട്ട് ലാൻഡ് ചെയ്തത് ഡിഗ്രി പഠിക്കാൻ. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു റയറ്റ് ഉണ്ടായി. ഞങ്ങൾ ഈ വായിച്ചിട്ടുള്ള റയറ്റോ അല്ലെങ്കിൽ ന്യൂസിൽ കാണുന്ന റയറ്റ് കണ്ടിട്ടുള്ള ശീലമുള്ള നമുക്ക് ഇത് കംപ്ലീറ്റ്ലി എനിക്കതൊരു പാനിക് ഉള്ള ഒരു മെമ്മറിയാണ്. എനിക്ക് എന്നും കോളേജ് എന്ന് പറയുമ്പം ആ ഫസ്റ്റ് ഓർമ്മ വരിക അതിന്റെ ഫസ്റ്റ് ഇയറിലാണ് നടന്നത്. അതൊരു കമ്മ്യൂണൽ റയറ്റ് നടന്നിട്ട് അത് കോളേജിലേക്ക് എഫക്ട് ചെയ്തതായിരുന്നു. സോ കോളേജ് സഡൻലി ഹോസ്റ്റലൊക്കെ പൂട്ടുന്നു, തിരിച്ച് ട്രെയിന് പിടിക്കണം, ഇതൊന്നും അറിയാതെ മണ്ടന്മാരെ പോലെ ഇങ്ങനെ ഇരിക്കുക. ഞാനും എന്റെ സിസ്റ്ററും മാത്രമായിരുന്നു ഒരു NRIs ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാം ലോക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള 2 ബോയ്സ് ഉണ്ടായിരുന്നു. അവര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയത്. അത് എനിക്ക് നല്ല എന്താ പറയാ ഒരു മെമ്മറി എന്ന് പറയാൻ നല്ലൊരു മെമ്മറി അല്ല, ബട്ട് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് സ്ട്രൈക്സ്.
കോളേജ് എന്ന് പറയുമ്പോ. ഓക്കെ. കേരളത്തിലെ ആൾക്കാരുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കൂടി അതിൽ വന്നു അല്ലേ? അതെ അതെ. ഭയങ്കര സഹായശീലരാണെന്നുള്ളത്. ആയിരുന്നു 2 ബോയ്സ്. അപ്പൊ ഞങ്ങള് 3 പേരായിരുന്നു മലയാളികളാ ഇതില്. അപ്പം അവര് കാസർഗോഡുകാരായിരുന്നു. അപ്പൊ ഞങ്ങളെ ട്രെയിന് കയറ്റി നാട്ടിലേക്ക് എത്തിച്ചതൊക്കെ. ബിക്കോസ് നമ്മള് ടോട്ടലി അൺഅവെയർ ഓഫ് എനി കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. പക്ഷെ പിന്നെ പിന്നെ അവിടുത്തെ ആൾക്കാരായി മാറുമല്ലോ. പക്ഷെ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും അത് മനസ്സിലായി. അതെ അതെ. ഓക്കെ ജിജിച്ച, താങ്ക് യു ഫോർ ഷെയറിംഗ്. അപ്പോ ഇനി ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് വരുന്നത്? പേര് വീഡിയോസ് ഒക്കെ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഇവിടെ ഇല്ലേ? എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? ആൻ വർഗീസ്, കുറച്ച് ഐഫോൺ, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ഹലോ. ആക്കാവോ? സിനു ഹലോ. സിനു വന്നിട്ടുണ്ട്. സിനു വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ. പറയൂ. എൻ്റെ പേര് സിനു വർഗീസ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ബികോം കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞ വർഷം CMAക്ക് ചേർന്നായിരുന്നു. അതപ്പോ എക്സാം പാടായോണ്ട് ഞാൻ പിന്നെ ഇപ്പൊ അത് ബ്രേക്ക് ചെയ്തേക്കുവാണ്. പിന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് ടാലിയൊക്കെ പഠിക്കുന്നുണ്ട്. അതിപ്പോ ഈ 1 മാസം കൊണ്ട് തീരും. ആ കൂട്ടത്തിൽ PG കൂടെ ചെയ്യാന്ന് കരുതി സൈഡായിട്ട്. അങ്ങനെ PG ഇപ്പൊ എടുത്തേക്കുന്നത്. പിന്നെ മെമ്മറി എന്ന് പറയാനാണെങ്കിൽ ഡിഗ്രിയിൽ പഠിക്കുമ്പം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ സെക്കൻഡ് സെമ്മില് അതൊരു ഗ്യാപ്പ് വന്നിട്ടാണ് ഒരു എക്സാം നടന്നത്. അപ്പോഴേക്കും കുറെ എക്സാം കഴിഞ്ഞ് പിന്നെ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം 1 മാസത്തോളം ഗ്യാപ്പ് വന്നപ്പം എൻ്റെ മറ്റേ ഹോൾ ടിക്കറ്റ് കാണുന്നില്ലായിരുന്നു. ഞാൻ കരുതി എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടാകും എന്ന്, ബാഗിൽ തന്നെ ഇടുന്നോടെ ബാഗിൽ തന്നെ കാണുന്ന കരുതി. പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ അമ്മ എന്നോട് ചോദിച്ചു, ഹോൾ ടിക്കറ്റ് എടുത്തോന്ന് ചോദിച്ചു. ഞാൻ എടുത്തിട്ടുണ്ട്. ബാഗിൽ നോക്കുമ്പോൾ ബാഗില്ല. ആ സെക്കൻഡിൽ ഭയങ്കര ടെൻഷനായി. ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. പിന്നെ ആ ടെൻഷനിൽ നടന്നു പോകുന്ന വഴിക്ക് തെന്നിയടിച്ച് ഒറ്റ വീഴ്ച ചെയ്യുന്നു റോഡില്. അതെല്ലാം കൊണ്ടും സങ്കടം കൊണ്ട് എല്ലാം കൊണ്ടും ആകെ അങ്ങ് ഫുള്ളും ടെൻഷൻ ആയിപ്പോയി, ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി. പിന്നെ കോളേജിൽ ചെന്ന് ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റ് മിസ്സായി. അപ്പൊ അവരെന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. പിന്നെ അവർ തന്നു കഴിഞ്ഞ് പിന്നെ ലേറ്റ് ആയിട്ട് എക്സാമിന് കയറിയതൊക്കെ. ആകെ ഫുള്ള് എനിക്ക് ഒന്നും നോക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എക്സാമിന് ഒന്നും നോക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഭയങ്കര പാടായിപ്പോയി. ആകെ എല്ലാം ബ്ലൈൻഡ് ആയിപ്പോയി. എല്ലാം ഒന്നും കിട്ടുന്നില്ലായിരുന്നു എന്താ എഴുതേണ്ടതെന്നൊന്നും. എങ്ങനെയോ പാസ്സായി അത് ആ സബ്ജക്റ്റ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു സമയത്ത്. പെട്ടെന്ന് അതൊരു പിന്നെ പറയാൻ മെമ്മറി എന്ന് പറയാനായിട്ട് ലാസ്റ്റ് ഇയറിലായിരുന്നു എൻ്റെ ചേച്ചിയുടെ കല്യാണം വരുന്നത്. മെയ് 10th 12th രണ്ടും ഒരുമിച്ച് ഡേറ്റ് ആയിരുന്നു. ആ സമയത്ത് വൈവയുടെ പ്രോജക്റ്റിന്റെ മോഡലും ഫൈനലും ആ ഡേറ്റ് തന്നെ കൊണ്ടുപോയി വെച്ചു. എനിക്ക് രണ്ടും ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് രണ്ടിനും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ മിസ്സിനോട് പറഞ്ഞിട്ട് പിന്നെ മോഡല് പിന്നെ എനിക്ക് ഒഴിവാക്കി തന്നു. ഫൈനലിന് പിന്നെ ഞാനായിട്ടുള്ള എൻ്റെ ഗ്രൂപ്പ് പിന്നെ ആദ്യമേ കയറേണ്ടി വന്നു. ആദ്യമേ വീട്ടിൽ നിന്ന് തന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് കോളേജിൽ കൊണ്ടാക്കി. അവിടുന്ന് എൻ്റെ ടീം ഞാനും കൂടെ ആദ്യം കയറി. അവിടുന്ന് തന്നെ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കല്യാണത്തിന് ഫംഗ്ഷൻ ഉണ്ടെന്ന ഡ്രസ്സുമായിട്ട് പിന്നെ അവിടെ നിന്ന് ഇട്ടുകൊണ്ട് പിന്നെ പള്ളിയിൽ പോയി നിന്ന് ഫംഗ്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വന്നത്. അതൊക്കെ ലാസ്റ്റ് ഡേ ആയിരുന്നു കോളേജിന്റെ. പിന്നെ എനിക്ക് അവരുമായിട്ട് കൂടാൻ പറ്റിയില്ലായിരുന്നു. അന്ന് എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. ഓക്കെ, താങ്ക് യു സിനു. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ? ഷബീർ ഇൻട്രൊഡ്യൂസ് ചെയ്തോ? ഹായ്, ചെയ്യൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഷബീർ. നിലവിൽ ഇപ്പോൾ ഖത്തറിലാണുള്ളത്. പിന്നെ കോഴിക്കോട് ജില്ലയിലാണ് വീട്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി. ഒരുപാട് കാലം മീൻസ് ഒരു 2006 കഴിഞ്ഞിരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് അത് ഓർമ്മ തന്നെ ഇല്ല. ഇനിയിപ്പോൾ അത് മാർക്ക് ലിസ്റ്റൊക്കെ പഴയത് തപ്പിയെടുക്കേണ്ടി വരും. പിന്നെ MBA ചെയ്യണമെന്നുള്ള ആ സമയത്തിന് ഉണ്ടായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജോലിയായി, പിന്നെ അത്യാവശ്യം കുറച്ച് ബിസിനസ്സൊക്കെ ആയി, പിന്നെ അതിൽ ബിസിയായി. പിന്നെ ഈ ഇടയ്ക്ക് ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ ജസ്റ്റ് കോളേജിലൊന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഒന്നുകൂടി ഒന്ന് തട്ടിക്കൂട്ടണം എന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ ശരിക്കും ഈ ബിസി ഷെഡ്യൂളാണ്. ഇപ്പോൾ ഡ്യൂട്ടി ഉണ്ട്,
പിന്നെ കുറച്ച് പിന്നെ ചെറിയ ബിസിനസ്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ അങ്ങനെ അപ്പൊ എന്തെങ്കിലും എങ്കിലും ഉണ്ടോ? ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് നമ്മൾ ആലോചിക്കണം. സ്കൂൾ ലൈഫൊക്കെ ഇപ്പൊ നിലവിൽ ഒരുപാട് ഗ്രൂപ്പൊക്കെ ആയിട്ടുണ്ട്, പഴയ ആൾക്കാരൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റീകളക്ട് ചെയ്ത് തുടങ്ങി അല്ലേ? റീകളക്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പിന്നെ 99 ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ SSLC. അതൊക്കെ ഇപ്പം ആൾക്കാരൊക്കെ വളരെ മാറിപ്പോയി. അപ്പോൾ ഒരുപാട് അന്ന് മിസ്സായ ആൾക്കാരൊക്കെ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയേ വരുള്ളൂ അതിന്റെ മെമ്മറീസ്. എനിവേ താങ്ക് യു സോ മച്ച്. ഏതായാലും പിന്നെ എന്താ പറയാ, എങ്ങനെ പഠിക്കുമെന്നുള്ളത് ഇപ്പൊ അറിയില്ല, കാരണം യാതൊരു ടച്ചും ഇല്ല. പിന്നെ എല്ലാം നോക്കാം, ഇപ്പൊ ട്രൈ ചെയ്യാന്നുള്ള, ഇപ്പൊ വേറെ എന്താ ചെയ്യാം. ഇപ്പൊ ഏതായാലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. കൂടെ ഉള്ളത് വളരെ ഒരു എന്താ പറയാ, ചെറിയ ഒരു ഷെഡ്യൂൾ മാത്രമേ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ളതും ബാക്കിയുള്ള കാര്യത്തിന്റെ ഇടയ്ക്കുള്ള ടൈമിങ് ഉള്ളൂ. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഓഫാണ്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡ്യൂട്ടി ഉണ്ട്. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ലോജിസ്റ്റിക്സിലാണ്. പിന്നെ അതിന് ഓപ്പറേഷൻ സൂപ്പർവൈസറാണ്. അപ്പോൾ നല്ല ബിസി ആയിരിക്കും. പിന്നെ ശരിക്കും 24/7 എന്നുള്ള രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും ക്ലയൻറ്റുമായിട്ടും ഇപ്പോൾ നമ്മുടെ ഫീൽഡുമായിട്ടുള്ള. ഓക്കെ, നമ്മൾ എങ്ങനെയായാലും ഇത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ മോസ്റ്റ്ലി PG, നമ്മുടെ MBA സ്റ്റുഡൻസ് എല്ലാവരും വർക്കിംഗ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ബിസി സ്കെഡ്യൂൾ തന്നെയാണ്. അവരെയാണ് നമ്മൾ ഈ ഒരു എക്സാം പാസ്സാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. പിന്നെ പണ്ട് പഠിച്ച ഒരു ഒത്തിരി ഇത് ഗ്യാപ്പ് വന്നുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം റീഡിങ് ഒക്കെ ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു ബേസിക്സ് ഇപ്പോൾ ആ സെയിം സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈവൻ ബിസിനസ് ആണെങ്കിലും പിന്നെ വർക്കാണെങ്കിലും ഒരു അത്യാവശ്യം എന്താ പറയുക, അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം കുറെയൊക്കെ അറിയാം. ഓക്കെ, ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പലരും ഇപ്പൊ നമ്മളുടെ ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ കോഴ്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഇയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇയർ ഗ്യാപ്പ് ഉള്ള നമുക്കെല്ലാം എല്ലാവർക്കും ഒരു എന്താണ് നെർവസ്നെസ് അല്ലെങ്കിൽ ഒരു ഫ്രീസ്നെസ് ഉണ്ടാവും, എന്താണ് തുടങ്ങേണ്ടതെന്നുള്ളത്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം വെക്കുന്നത്. അത് ടിൽ നമ്മളുടെ ഈ ഒരു January 30th വരെ ഉണ്ട് നമ്മുടേത്. അപ്പം അതിൽ ഓരോ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്ന ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സേ ഹലോ ടു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ തന്നെ നിങ്ങൾ ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു സെഷൻ തുടങ്ങിയപ്പോൾ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും, ഒട്ടുമല്ല. എല്ലാവരും അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ ഒന്നുമില്ലെങ്കിലും നമുക്ക് അങ്ങനെ നിർബന്ധിച്ചാരും വിളിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ പ്രയോറിറ്റി ഇത് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ നിങ്ങളെ കൊണ്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഗ്നൂനം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നു. ദെൻ നിങ്ങളുടെ സിലബസ് നിങ്ങൾക്കൊരു ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ സിലബസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക്, അപ്പം അതിലിപ്പം പറഞ്ഞല്ലോ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ സബ്ജക്റ്റുകളെല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നു. ദെൻ നമ്മളുടെ എന്താണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പല പല സെഷൻസിലൂടെ നിങ്ങളുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിലേക്ക് നമ്മൾ നിങ്ങളുടെ കാലെടുത്ത് വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ കൊണ്ടൊന്നും അങ്ങ് ചെയ്യല്ല. February 1st വീക്കോട് കൂടിയേ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഉറപ്പായിട്ടും പറയാം, മാക്സിമം ഒരു 1 month നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാം. കാരണം നമ്മൾ ചെയ്യാത്തൊരു കുറച്ച് നാൾ നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഈ ഒരു കാര്യം ഇല്ല, പഠിത്തം എന്നുള്ളത്. അപ്പോൾ അത് പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ ഒക്കെ ഉണ്ടാവും, അതേ ഉള്ളൂ. 1 month കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഡ് ആയിക്കോളും. ഡെയിലി നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് പോവാന്നുള്ളത് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ബാക്കി നമ്മൾ വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും. ഓക്കെ, ഉള്ള കാര്യത്തിൽ ഒട്ടും വറീഡ് ആവണ്ട. ഞങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി ഒരുപാട് പേര് ഉണ്ട്. ഇനി ആരാ ഉള്ളേ? വീഡിയോ ഓഫ് ചെയ്ത് ധന്യ. ഹലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആർദ്ര വന്നിട്ടുണ്ട്. ആർദ്ര ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല വലിയൊരു സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 6:30 ഞാൻ വന്നതാണ് ഓഫീസിൽ നിന്ന്. ഞാനൊരു അരമണിക്കൂർ കിടക്കാൻ ഉദ്ദേശിച്ച് ഞാനിപ്പോ 8:30 8:45 ഇപ്പൊ എണീറ്റിട്ട് ഞാൻ സത്യമായിട്ടും കംപ്ലീറ്റ് മിസ്സാക്കി. അപ്പോ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പോ ഇൻട്രൊഡക്ഷൻ ആണെന്ന് മനസ്സിലായിട്ടേ ഉള്ളൂ. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്റെ പേര് ആർദ്ര എന്നാണ്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ് എന്റെ വീട്. ഞാൻ 2021 BCA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്യാൻ മീൻസ് പാസ് ഔട്ട് ആയി. ബാക്കി ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് ഞാൻ 2022 എഴുതിയെടുത്തു.
അത് കഴിഞ്ഞ് 2022 തന്നെ ഞാനൊരു ജോബിന് കയറി. ഇപ്പോഴും ഞാൻ ആ ജോബിൽ തന്നെയാണ്. സൺടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ടെക്നോ പാർക്ക് ഫേസ് 4 വർക്ക് ചെയ്യുന്നത്. അപ്പോ അവിടെ ഒരു 1 ഇയറും 5 മാസവും ആയെന്ന് തോന്നുന്നു. 5 തികയും ഈ മാസം. 5 മാസം തികയും. അപ്പോ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ജോബിന്റെ ഒരു എന്താണ് ഒരു പ്രോഗ്രസിനും ഒരു ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും പിന്നെ പകുതിക്കും എനിക്ക് 2021 എന്റെ കൂടെ പഠിച്ചവരൊക്കെ പാസ് ഔട്ട്. എനിക്ക് ഈ ഒരു പേപ്പർ മിസ്സായപ്പോ ബാക്കി 2021 ഉള്ളവരൊക്കെ ഇപ്പൊ പാസ് ഔട്ട് ആയി കയറിയവര്. അപ്പൊ എനിക്ക് ആ ടൈമിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു, MCA MBA അങ്ങനെ ഒത്തിരി അന്വേഷിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ MCA എടുക്കാനാണ് നോക്കിയത്. പക്ഷെ ജോബും ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. MCAക്ക് ഒത്തിരി കമ്മിറ്റഡ് ആവാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോ തൽക്കാലം MBA എടുത്തിട്ട് ഒന്ന് ജോബിൽ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എന്തെങ്കിലും തനിക്ക് എന്തെങ്കിലും മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഓർത്ത് വെക്കുന്ന സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് അങ്ങനെയൊക്കെ? പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഓർക്കാനൊന്നും തോന്നുന്നില്ല. ഞാൻ ആരുടെയും മെമ്മറീസ് ഞാൻ കേട്ടില്ല. ഒന്നാമത്തെ കേസ് എന്തെങ്കിലും കേട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടായേനെ. ഇതൊന്നും വരുന്നില്ല. ആർദ്ര ഉറങ്ങി എണീച്ചതല്ലേ ഉള്ളൂ, ഒന്ന് റിഫ്രഷ് ആവട്ടെ അല്ലേ? അതെ അതെ. നമുക്ക് ഇത്രയേ ഉള്ളടാ. നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ച സമയത്തൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, നമ്മളെ ഓർമ്മിപ്പിച്ച് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെയുള്ള. അങ്ങനെ എന്തെങ്കിലും നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചറാണ്. പക്ഷെ അത് എന്നെ അല്ല. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ എന്താണ് പട്ടം ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ സ്കൂളില് നിങ്ങൾക്ക് അറിയാലോ, +2 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ ഒത്തിരി ഫോഴ്സ് ചെയ്യും, സ്ട്രെസ് ചെയ്യും, ഒത്തിരി പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികൾക്ക് ട്യൂഷൻസ് അഫോർഡ് ചെയ്യാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന കുട്ടികളായിരിക്കില്ല ഒത്തിരി പേര്. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുള്ളവര്, അതായത് ഒരു 24 എങ്ങാണ്ടായിരുന്നു പാസ്സാവാൻ. അപ്പൊ അതിന് താഴെയുള്ള കുട്ടി ഒറ്റ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ കുട്ടീനെ ടീച്ചർ വിളിച്ച് പഠിക്കാനൊക്കെ ഉപദേശിക്കുകയും ആ കുട്ടിയുടെ വീട്ടിൽ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ടീച്ചർ സ്വന്തമായിട്ട് ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ടീച്ചറിന്റെ വീട്ടിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോവുകയും മോഡൽ എക്സാമും ഫൈനൽ എക്സാമും ഒക്കെ ആ കുട്ടിയുടെ ടീച്ചറിന്റെ വീട്ടിൽ നിർത്തി ആ കുട്ടിയെ പഠിപ്പിച്ച് എക്സാമിന് കൊണ്ടുപോയി എഴുതിപ്പിച്ച് പാസ്സാക്കിപ്പിച്ച ഒരു കാര്യമാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അത്രയും സപ്പോർട്ട് വീട്ടുകാരിൽ നിന്ന് കിട്ടാതെ ടീച്ചറിനെ നിന്ന് കിട്ടിയപ്പോ ആ കുട്ടി പാസ്സായി. അതായത് മാത്സിന് മാത്രമല്ല, ആ കുട്ടി ഏകദേശം ഒരു 3-4 സബ്ജക്റ്റിന് പുറകോട്ടായിരുന്നു. മാത്സ് ടീച്ചർ അതിനും ഹെൽപ്പ് ചെയ്തിട്ട് ആ കുട്ടി എല്ലാത്തിനും ഒറ്റ സ്ട്രെച്ചിൽ പാസ്സാവുകയും ചെയ്തൊരു സംഭവം ഞാനിപ്പോ ഓർക്കുന്നു. ഓക്കെ, താങ്ക് യു ആദ്ര. ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആകാശ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ? ഇല്ല, ആകാശ്, ധന്യ, അങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് ഒരുപാട് പേര് ഇനിയുണ്ടല്ലേ? അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. അതെ അതെ. എല്ലാരും മുമ്പോട്ട് വരാ. ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വരും. ആകാശ് എവിടെ? വിളിച്ചോണ്ടാണോ ആകാശ് പോയോ? പോയെന്നാ തോന്നുന്നത്. ആകാശിനിപ്പോ വർക്കിനിടയിൽ അവൻ കേറുന്നുണ്ടായിരിക്കും. കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. ആക്ച്വലി വർക്ക് ചെയ്തോണ്ടിരിക്കുക, അതാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാന്. എനിക്ക് ആക്ച്വലി 2 മുതൽ 10 മണി വരെ വർക്കുള്ള, അതാ 10 മണി വരെ വർക്ക് ഉണ്ടാവും. കുഴപ്പമില്ല. അല്ല, ആകാശിന്റെ വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, വീഡിയോ ഓൺ ചെയ്തു. ഇനിയും പറയണ്ട. വീഡിയോ ഓൺ ചെയ്തിട്ട് കാര്യം, ഞാൻ വെറുതെ പണിയെടുക്കാൻ നിങ്ങൾ കാണേണ്ടി വരും. എന്താ പറയണ്ടേ? എന്താ പേരെന്താണ്? അത് ആദ്യം പറയൂ. പേരൊക്കെ അറിയില്ലേ? ആകാശ്. അടുത്ത പറഞ്ഞു. നീ എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടെ കാലിക്കറ്റ്. കാലിക്കറ്റ് അല്ലേ? എന്താ പഠിച്ചേ? ഡിഗ്രിക്ക് എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നെ? ഞാൻ ഡിഗ്രിക്ക് BSc മാത്സ് പഠിച്ചേ. BSc മാത്സ് പഠിച്ചേ? അപ്പൊ MBA ഭയങ്കര സിമ്പിൾ ആയിരിക്കുമല്ലോ, പുഷ്പം പോലെ പാസ്സാവാം.
അല്ല MBA ടോട്ടലി ഡിഫറെന്റ് ആണല്ലോ. മാത്സ് അത് ടോട്ടലി ഡിഫറെന്റ് അല്ലേ. MBA എന്താ പറയാ, എന്തെങ്കിലും ഒരു മെമ്മറി ഡൗട്ട് ഉണ്ടോ? ചോദിക്കട്ടെ? അല്ല മാത്സിന്റെ ഇല്ല മാത്സിന്റെ അത്ര കുറച്ച് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇത് ആകാശ് നല്ല ഇങ്ങോട്ട് ബുദ്ധിമുട്ട് നോക്കിയേ. ഉണ്ടായിരിക്കില്ല അല്ല അല്ല ഒരു എങ്ങനെ മിനിറ്റ്, ഞങ്ങളെ നോക്കിക്കേ, നേരെ നോക്കിക്കേ. അതെ അതെ ആ ആ, ഞാനത് കാണട്ടെ. പറയാനായിട്ട് കുറച്ച് വരുമായിരുന്നു. നേരമായിട്ട് പറഞ്ഞോ ആകാശ് പറഞ്ഞോ കുനിയുന്ന, അല്ല ആകാശ് കുനിയുന്നതനുസരിച്ച് ഞാനും കുനിയുന്നുണ്ട്. എങ്ങനെയൊക്കെ കാണാൻ പറ്റും നോക്കാം. ഞാൻ അതെ നേരെ അതെ നിൽക്കാൻ പറഞ്ഞോളൂ നോക്കാം. പറഞ്ഞോളൂ. ആകാശ് കാണിക്കുക. അല്ല എന്തെങ്കിലും ആകാശത്തിന് ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ട്, നാ- ആരോ ചേർത്ത പോലെ ഉണ്ട്. എനിക്ക് ഇതിന് നാ- താല്പര്യമൊന്നുമില്ല. നാളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വല്ലതും ആണോ? ആ ഓക്കെ. ഇല്ല. എങ്ങനെ മെമ്മറീസ് ആലോചിച്ചിട്ട് നാണം വരികയാണോ? അതെ മെമ്മറീസ് ആലോചിക്കാൻ അങ്ങനെ മെമ്മറീസ് ഒന്നും ഇല്ല. അല്ല ഒരു മെമ്മറിയും ഇല്ല ആൾക്ക് അല്ലേ? ഇല്ല ടോട്ടലി ക്ലീൻ. ക്ലീൻ ആണ് അല്ലേ? MBA എടുക്കാൻ വന്നപ്പോ എല്ലാ മെമ്മറീസ് മറന്നിട്ട് വന്നതാ. അതെല്ലാം ക്ലീൻ ഔട്ട് ആക്കിയിട്ട് MBAയുടെ സിലബസ് മാത്രം കേൾക്കാൻ വേണ്ടി വന്നതാണ്. only MBA. ആകെ MBA മാത്രമാണ് അവന്റെ മൈൻഡിലുള്ള ഇപ്പൊ അപ്പൊ അല്ലേ? ഷിബാമ്മ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ, നമുക്ക് അതെ മാർച്ച് അതെ അവസാനം അവൻ ആകുമ്പോൾ കൂടെ അവൻ കേൾക്കണം. നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ആള് നല്ല സെറ്റാ. അതെ അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആള് ഷാറാണ്. ബാക്കിയുള്ള പഠിക്കുമ്പോ ഞാൻ സ്റ്റുഡൻസ് വിളിക്കുമ്പോ പിണങ്ങും കേട്ടോ പറയും ഹിബ മാം. 8 ലെസൺ കണ്ടു 10 ലെസൺ കണ്ടു എന്നൊക്കെ പറയും. പൊക്കല്ലേ. ഒരു റോൾ മോഡൽ ആണ് അതെ, ബാക്കിയുള്ളവർക്ക് അല്ലേ എല്ലാവർക്കും ആകാശ്? ഒരു റോൾ മോഡലാണ് ആള് ആകാശ്. അതെ, നിങ്ങളിങ്ങനെ എല്ലാവരും പൊക്കല്ലേ, ആകാശിനെ കണ്ടു പഠിക്കുക. നിങ്ങളിങ്ങനെ പൊക്കല്ലേ. ആകാശ് വീഡിയോ ഓൺ ആക്കിയപ്പോ മതി എന്താ പറയാ, ഞാൻ വീഡിയോ ഓഫ് ആക്കി പോട്ടോ. ഓക്കെ അവൻ ഇങ്ങനെ ഓടും. ആകാശ് വേണ്ട എന്നാണ് പറയുള്ളൂ, നമ്മള് അറേഞ്ച് ചെയ്തോളണം. അതെ കണ്ട, നമുക്ക് ഇപ്പൊ മതിയായിരുന്നു ഗ്രാബ് ആൻഡ് റൺ. കണ്ട അതെ ആള് ഇപ്പൊ നോക്ക്. മതിയായിരുന്നു. അപ്പൊ നിനക്ക് പിന്നെ മെമ്മറീസ് ഒന്നും ഷെയർ ചെയ്യാനില്ല? മെമ്മറീസ് എന്താ എന്ത് മെമ്മറീസാ? അങ്ങനെ എന്നാ വേണ്ട, മെമ്മറീസ് വേണ്ടെന്നോ? അപ്പൊ ആകാശ് ആ മെമ്മറീസ് ഒക്കെ ഒന്ന് ഓർത്തെടുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറച്ച് പേര് കൂടി ഉണ്ട്. ധന്യ, അതുപോലെ തന്നെ ഒരു ഓക്കെ. ഐഫോൺ കാണുന്നുണ്ട്, ഷെറിൻ ഇല്ലേ? ഷെറിൻ എവിടെയാ? തമന്ന, അങ്ങനെ ഒരുപാട് പേര് ഇനിയും ഉണ്ട്. ഷെറിൻ എവിടെയാ? ഇവിടെ ഉണ്ട്. ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി പറ്റില്ലേ? ഇല്ല, ഓക്കെ ഓക്കെ പറയൂ. ഓക്കെ പറയൂ. എന്റെ പേര് ഷെറിൻ സോനു എന്നാണ്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് രാജസ്ഥാൻ ആൻഡ് ഡൽഹി. ഇപ്പം നാട്ടില് കൊല്ലം, ഞങ്ങൾ കൊല്ലത്താണ്. ഗ്രാജുവേഷൻ സയൻസിലായിരുന്നു. 2003 ഞാൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ MBA ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സ് ചേർന്നായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ കല്യാണമായി. ഇപ്പം 15-16 ഇയേഴ്സ് ആയി ഇപ്പം കല്യാണമൊക്കെ ആയിട്ട്. അതുകൊണ്ട് വലിയൊരു ഗ്യാപ്പായി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഇപ്പം പഠിക്കണമെന്ന് കുറേ നാളും കൊണ്ട് ആഗ്രഹിച്ചു. അങ്ങനെ ലേൺവേഴ്സിന്റെ ഞാൻ ഇങ്ങനെ ആഡ് കണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലും മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? മെമ്മറി എന്ന് വെച്ചാൽ ഇപ്പം ഓർക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളൊരു ഗേൾസ് കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാനൊരു അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാം രാജസ്ഥാനിലാണ്. കുറച്ച് പേര് വെളിയിലൊക്കെ ആയിട്ട്, എല്ലാം നോർത്ത് ഇന്ത്യൻസാ, രാജസ്ഥാൻ. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ കോണ്ടാക്റ്റിലുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പോലും അതിനകത്ത് ഉണ്ട്, റാഖി എന്ന് അവരുടെ പേര്. അതുകൊണ്ട് ഞങ്ങള് പരസ്പരം ഇങ്ങനെ കമ്മ്യൂണിക്കേഷനിലുണ്ട്. ഞാൻ BSc ചെയ്യുന്ന സമയത്ത് ഉള്ള ഫ്രണ്ട്സും, അതുകൂടാതെ അതിനകത്ത് വേറെ പിള്ളേരും കോമേഴ്സ് ഡിഫറെന്റ് ഫീൽഡിലുള്ള പിള്ളേരെല്ലാം ഞങ്ങൾ ഒന്നിച്ചുണ്ട് ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട്. ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു ഗേൾസ് കോളേജ് ആയതുകൊണ്ട് അതിന്റെ രീതിയിൽ ഒത്തിരി സ്റ്റുഡിയസ് ആയിരുന്നു. അങ്ങനെ സയൻസിന്റെ ഫീൽഡ് ആയതുകൊണ്ടും അങ്ങനെ പഠിത്തം മാത്രമായിരുന്നു, വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ബങ്ക് ചെയ്യൂ അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ പുറത്തു പോയി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങള് ഫ്രണ്ട്സായിട്ട് ഞങ്ങളെല്ലാം പുറത്തൊക്കെ പോയി ട്രിപ്പിലൊക്കെ പോയിട്ടുണ്ട്.
അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഇതേ ഉള്ളൂ. പിന്നെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യത്തിൽ മേലെ അവര് ജിതിഷ പറയുന്ന പോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു ടെൻഷൻ, ഇന്ന് പഠിച്ച നാളെ അത് ഓർത്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഹിബയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര പ്രയാസമാണ്. പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് നോക്കുമ്പം അത് പിന്നെയും മറന്നു പോകുന്നത്. കാരണം 15-16 ഇയേഴ്സ് ഗ്യാപ്പ് ആയതുകൊണ്ട് പഠിത്തത്തിൽ ഒരു പറ്റുമോന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യുക. എന്നാലും ഈ പ്രാവശ്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. MBA കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവര് പറഞ്ഞ് പഠിക്കുക മിസ്സേ. എന്തുവേ കാണുവാണ് സ്വാതിയൊക്കെ കേറി വന്നിരുന്നങ്ങ് വായിക്കുകയല്ലേ. സ്വാതിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വലിയ വലിയ ഈ പാട്ടിലെ സംഗതികളൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇത് എളുപ്പല്ലേ? മുന്നത്തെ എളുപ്പമായിരുന്നു. അതെല്ലേ, ഇത് പണിയാട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അൺമ്യൂട്ട് ചെയ്ത് എല്ലാരും ട്രൈ ചെയ്യൂ. ചരളുരുമ്പോൾ മണലുരുളൂല, മണലുരുമ്പോൾ ചളരുരുളൂല. പോന്നോട്ടെ. അതെ, പോരട്ടെ. പോന്നോട്ടെ. വാ അതൊക്കെ മതി. വാ. ചരളുരുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരളുലരൂല. പോന്നോട്ടെ. ഇത് വളരെ ടഫാണ്. ചരലോ അങ്ങനെ പറ്റൂല. അനറ്റ് അൺമ്യൂട്ട് ചെയ്യണേ. ഷിഫ ട്രൈ ചെയ്യുന്നോ? ഞാനൊരു പറയണ കേട്ടപ്പോ പിന്നെ ഉണ്ടാണ്ടിരുന്നു. അല്ല, മിണ്ടാതിരിക്കണ്ട. അപ്പൊ എല്ലാരും പറഞ്ഞു നോക്കൂ. അപ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. വെരി ഗുഡ്. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ഒരു വട്ടോടെ. ഒരു വട്ടം കൂടി പറഞ്ഞു. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. അല്ലേ? കളിയാണ് അല്ലേ? അതെ, നാവൊന്ന് കിടന്ന് ഉരുണ്ടിട്ടുണ്ട്. അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇതിലേക്ക്. ചെറുപയറും മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയറും മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയറും മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുമണി പയർ ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ഇത് മലപ്പുറത്തായാലും കിട്ടൂല. തടിയുരുളും ഒരു കുരുമുളകുരുളും. തണ്ടുരുടും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. ഓക്കെ അല്ലേ? ആണി മാം, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിലൊരു വേറൊരു ഗെയിം കൊടുത്താലോ? ഇതിപ്പം പാർട്ടിസിപ്പേഷൻ കുറവല്ലേ, എല്ലാരും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഗെയിം കൊടുത്താലോ? പിന്നെന്താ, പിള്ളേരുടെ താല്പര്യം നമുക്ക് എന്താണ്. അതെ, ഇനിയിപ്പോ എനിക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഗെയിമാണ്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇവർക്ക്. സ്വാതിയെ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണേ കേട്ടോ. മിണ്ടിക്കോ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞു. അതെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാ? ഇത് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇത് ഏത് സോങ് ആയിരിക്കും? ഏത് മൂവിയാണ്? ഏത് സോങ് ആണ്? മൂവി പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഈ നടി ഏകദേശം ഇദ്ദേഹമായിട്ട് ഈ ഒരു സിനിമയെ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പൂജ വേറെ ഏതോ സിനിമയിലുണ്ട്. ഉണ്ടോ? ഓക്കെ, സോറി കേട്ടോ, അപ്പൊ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഇത് നല്ല ഫേമസ് മൂവിയാണ്. ഇത് നല്ലൊരു പാട്ടാണ്, നല്ല മെലഡി സോങ് ആണ്. ക്ലൂ എന്ന് പറഞ്ഞാല് അല്ലല്ല, ഇത് ഇച്ചിരി പഴക്കമുള്ള മൂവിയാണ്. 90s-ലൊക്കെ 90s അല്ല, അതിന് മുമ്പായിട്ടുള്ള ഒരു മൂവിയാണ്. ഇതില് വേറെ ഇവര് മാത്രമല്ല, വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. പാട്ട് ഗസ് ചെയ്യാമോ? പട്ടാളം മൂവിയാണോ ഇത്? അല്ല, പട്ടാളല്ല. എന്നാ അതുമായിട്ട് ബന്ധമുള്ളൊരു മൂവിയാണ്. പട്ടാളം ആയിട്ട് ബന്ധമുള്ളൊരു മൂവി. ഒരു പട്ടിനെ കൊല്ലാൻ പോകുന്ന ഒരു സീനൊക്കെ ഉള്ള ഒരു മൂവിയാണ്. മേഘമാണോ? അതെ, മേഘം. ആരായിരുന്നു? തംന. അപ്പൊ പാട്ടൊന്ന് പാടാവോ? പാട്ട് പാടാമോ? പാട്ടറിയില്ല.
പാടിയില്ലേലും വരികളൊന്ന് പറഞ്ഞാലും മതി. പറഞ്ഞാ മതി. അതെ, പാട്ട് പാടാനായിട്ട് നമ്മുടെ ഇവിടെ അത് ഒരാളുണ്ടല്ലോ. സിനിമയെ ഞാൻ കണ്ടിട്ടില്ല. സിനിമ കാണാറില്ലേ? പടം കാണാറില്ലേ? പണ്ടേ ഉള്ള സിനിമയൊന്നും എനിക്കറിയില്ല. പാട്ടിന്റെ മറ്റേ വരികൾ ചെറുങ്ങനെ ഏതെങ്കിലും ഒരു ഈ പാട്ട് അതിലുള്ളതാണോ? മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂ. ആ അതെ 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 അതെ. അവിടെ സ്വാതി പാട്ട് തപ്പുവാ തോന്നുന്നു. മേഘം സിനിമയിലെ അതെ പാട്ടൊക്കെ ആ തപ്പുക സ്വാതി അവിടെ അതെ അതെ ഞാൻ നോക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് നോക്കാം. ഇതാ ആരാണ് പാടുന്നത്? ഈ പാട്ട് പാടുന്നത് ആരാ? സ്വാതിയെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാതി തന്നെ പാടിക്കോട്ടെ. വാണി മാം ആരാണ് പാടുന്ന? ഒരാൾ മൂളുന്ന കേട്ടാത്ത പാട്ട്. അവിടെ ഞാനും കേട്ടായിരുന്നു ഒരു മൂളല്. പറയാനറിയില്ല, പക്ഷേ ഈ പാട്ട് എനിക്കറിയാം. ഞാൻ പാടിയ മാമുക്കോയ പാടിയ പോലെയോ, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. അത് കുഴപ്പമില്ല, ഞങ്ങളല്ലേ മഞ്ഞു കാലം യേശുദാസായിട്ട് അക്സെപ്റ്റ് തോൽക്കും ചെയ്തോളാം. കുഞ്ഞു പൂവിൻ കാതിൽ, അങ്ങനെ വീണല്ലേ ഇതിന്? പാടിക്കോളൂ, നന്നായിട്ടുണ്ടല്ലോ, പാടിക്കോളൂ. മഞ്ഞു കാലം തോൽക്കും കുഞ്ഞു കാറ്റും. ഇത് സത്യം പറഞ്ഞ ഒരു യോയോ ടൈപ്പ് ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാ. ഈ മ്യൂസിക് നിങ്ങൾ വേറെ മ്യൂസിക് ഇട്ടുകണെങ്കിൽ സംഭവം അടിപൊളിയാണ്. അതാണ് സംഭവം. എനിക്കറിയാം, എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പാടാത്താണ്. വേറെ ഓക്കെ, നമുക്കൊന്ന് അടുത്ത സ്ലൈഡോട്ട് പോയാലോ? നമുക്ക് അടുത്ത പാട്ട് നോക്കാം. ഇത് പല്ലവി പറയുക. അനുപല്ലവി തന്നിട്ടുണ്ട്, പല്ലവി പറയുക. തുടക്കം പറയുക പാട്ടിന്റെ കേട്ടോ. ും സ്വപ്നം കിളികളും പൂക്കളും നിറയുമെൻ പ്രിയവനം ഹൃദയം നിറയുമെൻ. എന്റെ അമ്മേ, എന്തു സ്വാതിക്ക് ഗസ് ചെയ്യാമോ? എനിക്കറിയത്തില്ല. ആർക്കും അറിയില്ല? ഇതാർക്കും അറിയില്ല? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ 2 വരി പാടിയിട്ട് ഒരു ക്ലൂ തരുമോ? ഇത് നമ്മുടെ മമ്മൂട്ടിയുടെ പടമാണ് അല്ലെ? നമ്മളെ ഒന്ന് കരയിച്ച ഒരു പാട്ടാണ്. പാട്ട് നമ്മളൊന്ന് കരയും നല്ല രീതിയിൽ. മമ്മൂട്ടി വേറൊരു ഗെറ്റപ്പാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഗെറ്റപ്പിൽ വന്നതാണ്. ഒരു ചലഞ്ചിങ് റോൾ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തതാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു 90s വന്നൊരു മൂവിയാണ്. ആണോ? ഏതാണ്? സൂര്യമാനസം ആണോ? ഓക്കെ, മൂവി സൂര്യമാനസം. പാട്ട് ഏതാണ്? പാട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര പണ്ട് ചിത്രഗീതത്തിലൊക്കെ എപ്പോഴുള്ള പാട്ട്. അയ്യോ, മറന്നുപോയി. എന്തായിരുന്നു അത്? അല്ലെ, നമ്മുടെ ചെറുപ്പത്തിൽ ചിത്രഗീതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 7:30 8:30 TV ദൂരദർശനിൽ വരുന്നത്. അതില് മെയിൻ വൺ ഓഫ് ദ ഹിറ്റ് ഇതാണ്, ഫസ്റ്റ് സോങ്. മറന്നു. ഒന്ന് ഓർത്ത് നോക്കി കിട്ടുന്നറിയാം. സ്വാതി പാട് പാട് പാട്. സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം. അടിപൊളിയാണ് കേട്ടോ. വെരി ഗുഡ്, ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. യോധ. പടകാളി ചെങ്കരി പോക്കരി നാക്കരി. സിനിമ ഏതാണ്? യോധ. മൂവിയും കൂടെ. അക്കോസേട്ടൻ, ഇത് അടിപൊളി മൂവി. അത് ക്ലാസ് കോമഡി മൂവി കേട്ടോ, അടിപൊളി. അതെ, പിന്നെ ടിവിയിൽ വന്നാലും പിന്നെ ഇരുന്ന് കാണും. അശോകന മേലെ എന്ത് അശോകനാണ്, എന്ത് പറമ്പിൽ അശോകനാണ്, അങ്ങനെ ഒരു ജഗതിന്റെ റോളൊക്കെ അടിപൊളി റോളാണ്. അടുത്ത പാട്ട് വന്നിട്ടുണ്ട്. അടുത്തത് വന്നിട്ടുണ്ട്. ഗസ് ദ മൂവി ആൻഡ് ദ സോങ്. ഇത് ഭയങ്കര സിമ്പിളാ. ആരാ പറയുന്നേ? അതെ, ആരാ പറഞ്ഞത്? തന്നെയാണോ? അല്ല അല്ല, ഞാനല്ല. ഗൗരി. ഗൗരി. ഗൗരിക്ക് പേരില്ല, അതാണ് അറിയാത്ത. ഗൗരി, ആ മൂവി ഏതാന്ന് പറയാവോ? ഗൗരി
നമ്പർ 20 മദ്രാസ്. ആ, അതെ കറക്റ്റ്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് നോക്കാം. ഇച്ചകപ്പ് പൂ. പെട്ടെന്ന് കാലാപാനി. സംവിധായകൻ പ്രിയദർശൻ. അതേനാ സ്വാതി, കറക്റ്റ്. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അമ്പാടി തന്നൂലി പോലെ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ആയിരിക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ. മൂവി ചാന്തുകൊട്ടാണ്. ഇത് ചാന്തുപൊട്ടിലെ പാട്ടാണോ? അതെ അതെ. പാട്ട് ഏതാണ്? ഇതിന്റെ അതെ അതെ അതെ. ഒന്ന് മൂളാമോ? അതെ, ഒന്ന് പാടാമോ? കരയിലായി നേരം അടിപൊളി. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഓട്ടോ അല്ല ഇത്. നാടോടിക്കാറ്റാണ്, നാടോടിക്കാറ്റാണ്. ഹലോ, അതെ അതെ, നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ് പാട്ട് ഏതാണ്? അതല്ലേ? ആർദ്ര എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പാട്ടാണ്. എനിക്ക് വെള്ളം കൊടുത്താൾ പാട്ട്. വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ, അങ്ങനെ ഇവിടെ നിൽക്കുന്നില്ലേ പാട്ട്? അതെ അതെ അതെ. ഇടനെഞ്ചിലെ ആ പാട്ടല്ലേ? അതെ അതെ അതെ, വെരി ഗുഡ്. ഗപ്പിയിലുള്ള പാട്ട്. അതെ അതെ. അതിന്റെ സ്റ്റാർട്ടിങ് മിഴിരണ്ടിലും. അല്ല, പാട്ട് ഏതാ? പാട്ടിട്ട് മിഴിരണ്ടിലുള്ള പാട്ടല്ലേ അത്? അതെ 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 അതെ. അതേതാണ് അറിയാമോ? സ്വാതി കേട്ടിയോ? നല്ല പരിചയം കണ്ട് വന്നു. ചന്ദ്രോത്സവത്തിലെ പാട്ട്. ആരാ പാടുന്നേ? ഇതാരാ പാടുന്നേ? Yes, come on. അവളൻ കളിത്തോഴി. എനിക്ക് തോന്നുന്നു ഇത് സ്വാതി പാടിയിട്ട് നമുക്ക് അതോടുകൂടി നിർത്താം അല്ലെ, ഈ ഒരു ഗെയിം, വാണി മാം? അതെ അതെ, നമുക്ക് ടൈം അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. അതെ, സ്വാതിയുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് നിർത്താം. സ്വാതി ഒന്ന് മൂളാമോ? ഈ പാട്ടോ? അതെ. മുറ്റത്തെത്തും തിന്നനെ മുട്ടിട്ടെന്നോ ചെമ്പകം അവളിൻ കളിത്തോഴി അഴകാ കളിത്തോഴി. കഴിഞ്ഞോ? ബാക്കി വേണോ? 2 ലൈനുള്ളൂ. വീട്ടുകാരും വിചാരിക്കുന്നുണ്ടോ ഓഡിഷനിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണോ? എന്തോ വീട്ടുകാർ ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവില്ല ഓഡിഷന് പങ്കെടുത്തോണ്ടിരിക്കുകയാണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് അറിയേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഓറിയന്റേഷൻ ആണല്ലോ, അപ്പൊ ഫസ്റ്റ് സെഷൻ ആണ്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യാം. വിളിക്കുന്നില്ല, നിങ്ങൾക്ക് വോളണ്ടറിലി വരാം. അതെ. ഹലോ,
ഓക്കെ അല്ല പറ ഒരു പറഞ്ഞോളൂ. ഫസ്റ്റ് നല്ല എൻജോയ് ചെയ്തു. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഓക്കെ. ഓക്കെ പിന്നെ അതൊക്കെ തന്നെ. അതൊക്കെ തന്നെ. ഓക്കെ ഇല്ലേ കഴിഞ്ഞോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഒരു പിന്നെ എന്താ പറയുക വയസ്സനായ ഞാൻ പോലും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാല് ക്ലാസ് അത്ര അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് പ്രായമായി ആരാ പറഞ്ഞേ? ഞാൻ 40+, നിങ്ങളെ കൂടെ കൂടാനുള്ള പ്രായം ആയിട്ടില്ലല്ലോ നമുക്ക്. അയ്യോ കുറച്ച് മേലെ ഏയ് മുമ്പേ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്പർ റാസിയാണ് ആ കുറച്ച് മുന്നേ ആ ഒരു അല്ല മെസ്സേജ് അത് ചെയ്തല്ലേ അല്ല വാണി മാം? ദാറ്റ്സ് വാട്ട് ഐ മെന്റ്. അതല്ലേ ഞാൻ പറഞ്ഞത്. അടിപൊളി ക്ലാസ് ആയിരുന്നു മാഷാഅല്ലാ. പ്രത്യേകിച്ച് നിങ്ങൾ 3 പേര്, നിങ്ങളെ പിന്നെ ദുർഗ മാം, അതേപോലെ വാണി, എന്തായിരുന്നു മാഡത്തിന്റെ പേര്? വാണിയല്ലേ? അതെ അതെ. ആ അതുപോലെ ഹിബനെ പിന്നെ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ 3 പേരും മാഷാഅല്ലാ അടിപൊളി. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിച്ചു അടിപൊളി, നമ്മൾ ചേർന്നത് വെറുതെ ആയില്ല, ലേൺ വൈസിൽ ചേർന്നത് നന്നായി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ആഹാ. ഓക്കെ നമുക്ക് താങ്ക് യു. ക്രെഡിറ്റ് ആയില്ലേ താങ്ക് യു മിസ്സേ? താങ്ക് വാണി യു. മിസ്സേ? അല്ല നല്ല 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 ഇന്ററാക്റ്റീവ് ആയിരുന്നു, നല്ല സെഷൻ. അതേപോലെ മൊത്തത്തിൽ 9.5 ഔട്ട് ഓഫ് 10. ഓക്കെ ഓക്കെ താങ്ക് യു. ഈ താങ്ക് യു. ഇന്ററാക്ഷൻ എന്തായാലും നമുക്ക് അവസാനം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ അടുത്തത് ആരാണ്? ഒരാളോടൊക്കെ വരാം. അടിപൊളി സെഷൻ ആയിരുന്നു. ഒരു ഭയങ്കര ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ മിസ്സുമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ നമുക്കും സന്തോഷം അല്ലേ വാണി മാം? നമ്മുടെ പിന്നെ അതായത് മെന്റർഷിപ്പിൽ അല്ലാത്ത സ്റ്റുഡൻസ് ആയിട്ട് പോലും നമുക്കിപ്പം അവരെ പരിചയപ്പെടാനാണെങ്കിലും അവരുടെ കൂടെ ഒരു സെഷൻ ലീഡ് ചെയ്യാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ താങ്ക് യു സ്വാതി. ഹിബ മാം ഓ എന്ത് ഹിബ മാമിനെ വിളിക്കുന്നു? കൂടുതൽ പരിചയം, അതുകൊണ്ട് ഹിബ മാമിനെ വിളിച്ചു എന്നേ ഉള്ളൂ. ആ മാം, വാണി മാം, ദുർഗ മാം, സന്തോഷം പരിചയപ്പെട്ടതിലും. ഇനി ഈ വരുന്ന ദിവസങ്ങളൊക്കെ കൂടുതൽ പരിചയപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ അതെ നന്നായിരുന്നു. തീർച്ചയായും. നിങ്ങൾ ഇന്ററാക്റ്റീവ് സൗദിയിലല്ലേ ജിതൂഷ? കുവൈറ്റിലാണ് റാസിക്. ആ കുവൈത്ത്. ഓക്കെ ഓക്കെ അന്നങ്ങാണ്ട് പറഞ്ഞു. റാസിക് 41 എന്ന് പറയുമ്പം ഞങ്ങളെക്കാളൊക്കെ ചെറുപ്പാ. ഞാൻ 46ആ. അപ്പൊ അല്ല ഡോണ്ട് ഞാൻ വറി. ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ അവരെ കൂടെ കൂടി അത്രയും നമ്മൾ എൻജോയ് ചെയ്തു എന്ന് പറയും. മാഷാഅല്ലാ അടിപൊളി. പിന്നെ എനിക്ക് സമാധാനമായത് രാജസ്ഥാനിലുള്ള ആ കുട്ടി പറഞ്ഞല്ലോ, പുള്ളിക്കാരിക്കും ഇങ്ങനെ വറി ഉണ്ട് എന്നുള്ളത്. അത് കേട്ടപ്പോ എനിക്ക് കുറച്ച് സമാധാനമായി. ഞാൻ മാത്രമല്ല, somebody else is also in the same boat. ഷെറിൻ അല്ലേ? ഓക്കെ താങ്ക് യു. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഏകദേശം നല്ല രീതിയിലൊരു ടൈം ഔട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്കിങ് ഓൾ ഓഫ് യു. നിങ്ങളുടെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ. ടാസ്ക് ഉണ്ട്. ഓക്കെ ഉണ്ട്. അപ്പം നമുക്ക് പല സെഷൻസും ഉണ്ട്. പറഞ്ഞല്ലോ ഓറിയന്റേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല സെഷൻസ് ആണ്. അപ്പൊ അതിനെല്ലാം നമുക്ക് എന്താണ് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ സെക്ഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അത് ഈ തരുന്ന ഫോർമാറ്റ് നിങ്ങളും കൊടുത്താൽ മതി. ഒരു ഫോർമാറ്റ് ഇപ്പൊ ഞാനൊരു ആക്ഷൻ ടാസ്കിന്റെ ഒരു കാണിക്കാം. മാം ഷെയർ ചെയ്യാമോ? ഓക്കെ നമ്മളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. സേ ഹലോ ടു എന്നാണ് നമ്മുടെ സെഷന്റെ പേര്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എന്താണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം? ഒന്ന് നമ്മളുടെ പേര് പറയണം, യുവർ നെയിം, അതേപോലെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഈ ചോദിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ മെന്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ഹോബി എന്താണ്. ഇഫ് യു ആർ ഡൂയിങ് വർക്ക്, നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി അവിടെ മെൻഷൻ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നില്ല് കൊടുക്കുക. താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ജോണിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ നമ്മളെല്ലാം ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിന്റെ അവിടെ നമ്മൾ എന്താ കൊടുക്കണ്ടേ? ഏത് BCom ആണെങ്കിൽ BCom, ഇപ്പം MBA ആകുമ്പോൾ എനി ഡിസിപ്ലിൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് BA എക്കണോമിക്സ് ആണെങ്കിൽ അത് കൊടുക്കാം, BSc ആണെങ്കിൽ അത് കൊടുക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് അത് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ പ്ലേസ്, നിങ്ങൾ എവിടെ നിന്നും വരുന്നു. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞു ഒത്തിരി ഡിഗ്രി എടുത്തവരുണ്ട്, അല്ലെങ്കിൽ വേറെ PG ഉള്ള ആളാണെങ്കിൽ അത് കൊടുത്തോളൂ. അതൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല.
പിന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസം നിങ്ങളിലുള്ള ഘടകം എന്താണോ അത് നിങ്ങൾ അവിടെ എഴുതുക. ഹോബി, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഹോബീസ് നോട്ട് ചെയ്യാതെ നിങ്ങൾ ജോബ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോബ്, ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നില്ലെന്ന് കൊടുക്കുക. ഇത് നിങ്ങളുടെ എന്താണ് കൺസേൺഡ് മെന്റർ ഹിബ മാം ആണ് നിങ്ങളുടെ മെന്റർ. അപ്പം ഹിബ മാം നിങ്ങൾക്കിത് ഈ ഒരു ഫോർമാറ്റ് ഇന്ന് തന്നെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് കഴിവതും എല്ലാവരും ഇതേ ഫോർമാറ്റിൽ നമ്മളുടെ ഫോണിനകത്ത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് മാമിനെ ഏൽപ്പിക്കാം. കാരണം ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ നമ്മളുടെ ഈ പെർഫോമൻസ് കൂടാതെ നമ്മളുടെ ആക്ഷൻ ടാസ്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നിങ്ങളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവും. എല്ലാ സെഷൻസിനും നമുക്ക് ആക്ഷൻ ടാസ്ക് വരുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിനും ഉണ്ട്. അപ്പം മാം നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്ററുമായിട്ട് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. നാളെ വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് ഇത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ പറയുന്നുണ്ട്. ഗൗരി പറഞ്ഞോളൂ. എൻ്റെ പേര് ഗൗരി. ഞാൻ ബികോം ടാക്സേഷൻ ആയിരുന്നു. 2021 പാസ് ഔട്ട് ആയതാണ്. പിന്നെ 2 വർഷം ബികോം കഴിഞ്ഞ് ഒരു 3-4 മാസം വീട്ടിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് വീടിനടുത്ത് തന്നെ ഒരു ഫിനാൻസ് ഉണ്ടായി. അപ്പൊ ഫിനാൻസ് അവിടെ ആളെടുക്കുന്ന സമയത്ത് അവിടെ കയറി 2 വർഷമായി. ഇപ്പോ അവിടെ വർക്കിംഗ് ആണ്, കാഷ്യർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അന്നോട്ട് ബികോം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു MBA ക്ക് ചേരണമെന്നുള്ളത്. പിന്നെ അന്ന് ഫിനാൻഷ്യലി അന്ന് പറ്റിയില്ല. പിന്നെ ജോലിക്കൊക്കെ കയറി കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഇപ്പൊ കേറുന്നത്. അപ്പൊ 2 വർഷത്തെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്. ഓക്കെ ഗൗരി. ഓക്കെ നെക്സ്റ്റ് ഐഫോൺ. സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ റീനെയിം ചെയ്തിട്ട് കയറാം കേട്ടോ. നമുക്ക് ആരുടെ അക്കൗണ്ടിൽ നിന്ന് കയറിയാൽ നമുക്ക് റീനെയിം ഓപ്പൺ ചെയ്യാൻ പറ്റും. കഴിവതും റീനെയിം ചെയ്തിട്ട് കയറാം കേട്ടോ ഇനിയുള്ള സെഷനിലൊക്കെ. ഫോൺ ക്ലാസ് കട്ട് ഡിജിറ്റൽ വേർഷൻ ഓഫ് ക്ലാസ് കട്ടിംഗ് ആണുള്ളത്. ഓൺ അല്ലെ നമ്മൾക്കറിയില്ല അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോന്ന് അറിയില്ല. വർക്ക് ചെയ്യുന്ന ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ മാം? അതെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി സെഷൻസ് ഉണ്ട്. ഇതുപോലെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ എല്ലാരും കിട്ടണം കേട്ടോ. അതെ, നിങ്ങളുടെ എല്ലാവരുടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമ്മൾ ഹോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാരും ഇതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് ഉണ്ടാവണം എല്ലാ സെഷൻസിലും. എല്ലാരും ഈ ഒരു സെഷൻ എല്ലാരും എൻജോയ് ചെയ്തിട്ടില്ലേ? എല്ലാരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? KGF 2 കണ്ടിറങ്ങിയ പോലെ ഉണ്ട്. ഇനി നമുക്ക് മീറ്റിംഗ് വെക്കുമ്പോഴൊക്കെ എങ്ങനെ ചെയ്യാം? ഓരോ ഗെയിം ഒക്കെ ഇടാം. എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കും. റിഫ്രഷിംഗ് മോഡ് ആവും. അതെ. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ്. ഡിസ്ക്ലൈമർ ഉണ്ട്. 2020 ശേഷം ഇറങ്ങിയ പടങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഗെയിം സെറ്റ് ചെയ്യുമ്പോ അങ്ങനെ ശ്രദ്ധിക്കാം അല്ലേ മാം? ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ അഗൈൻ താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. ഇനി അങ്ങോട്ട് എല്ലാ സെഷൻസിലും നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഹോപ്പ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ചെയ്തു, നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഇത് ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം ഓക്കെ.